മച്ചാന്റെ സമയം ഇപ്പൊ മോശമാ. അതുകൊണ്ടാ ഒരു കാര്യവും നടക്കാത്തെ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഭാഗ്യം കൊണ്ടാ ആ റേഞ്ചറുടെ തോക്കിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടത്. കാർലോസിന്റെ മുന്നിലിരുന്ന ഗ്ലാസ്സിലേക്ക് വാറ്റുചാരായം പകർന്നുകൊണ്ട് ഗോമതി പറഞ്ഞു. ഒരു 10 മിനിറ്റ് കിട്ടിയാൽ മതിയായിരുന്നു എനിക്ക്. എങ്കിൽ അമ്മയും മക്കളെ ഞാൻ തീർത്തു കളഞ്ഞേനെ. സാരമില്ല മച്ചാനെ, അവസരങ്ങൾ ഇനിയും കയ്യിൽ വരും. ഗോമതി ആശ്വസിപ്പിച്ചു. ഇത്ര നല്ല അവസരം ഇനി കിട്ടില്ലിക്ക. ഫോറസ്റ്റർ വർമ്മയും കുടുംബവും നാട്ടിലേക്ക് പോകും. കുട്ടികളെ നന്നായി പേടിച്ചിട്ടുണ്ട്. തങ്കരാജ് പറഞ്ഞു. അവൻ പറഞ്ഞത് ശരിയാ. വർമ്മ ധൈര്യശാലിയാണെങ്കിലും മക്കളുടെ കാര്യം വരുമ്പോ ആ ധൈര്യമൊക്കെ ചോർന്നു പോകും. അവരുടെ രക്ഷയെ നോക്കൂ. ഇനി കാട്ടിൽ വെച്ച് അവരെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. ക്ലാസ് കാലിയാക്കിക്കൊണ്ട് കാർലോസ് പറഞ്ഞു. എന്റെ ഒരു സംശയം ഇതുവരെ മാറിയില്ല മച്ചാനെ. ഗോമതി കാർലോസിനെ നോക്കി. എന്ത് സംശയം? അച്ചാറിൽ തൊട്ട വിരൽ വായിൽ വെച്ച് നക്കിക്കൊണ്ട് കാർലോസ് തിരക്കി. ആ സ്വർണ്ണ വിഗ്രഹത്തിന്റെ കാര്യം തന്നെ. ആരായിരിക്കും മച്ചാനെ അത് എടുത്തുകൊണ്ട് പോയത്? മച്ചാനല്ലാതെ ആ രഹസ്യം മറ്റാർക്കും അറിയില്ലായിരുന്നല്ലോ. അതറിയാനൊന്നുമില്ല. ആ ശവം അവിടെ കുഴിച്ചിട്ടവർ തന്നെയായിരിക്കും വിഗ്രഹം കൊണ്ടുപോയത്. അതാരായിരിക്കുമെന്നാ ഞാൻ ചോദിച്ചത്. അതെനിക്ക് അറിയാമെങ്കിൽ കാര്യങ്ങൾ എത്ര എളുപ്പമായിരുന്നേനേക്കാ. കാർലോസ് അടുത്ത ഗ്ലാസും കൂടി കാലിയാക്കി. പക്ഷെ എന്റെ സംശയം അതൊന്നല്ല. ചുണ്ടു തുടച്ചുകൊണ്ട് തങ്കരാജ് പറഞ്ഞു. നിനക്ക് സംശയമുണ്ടോടെ തങ്കു? എങ്കി പറ. ലഹരി ബാധിക്കാൻ തുടങ്ങിയ കാർലോസ് അവനെ നോക്കി. അണ്ണ ജയിലിൽ പോകുന്നതിന് മുമ്പാണ് വിഗ്രഹം മണ്ണിൽ കുഴിച്ചിട്ടത് അല്ലേ? അതെ. അതിനാർക്കാ സംശയം? നിനക്കുണ്ടോടാ പഴനി? ഇല്ലെന്ന അർത്ഥത്തിൽ പഴനിയപ്പൻ ചുമലിളക്കി. ഭദ്രനുണ്ടോടാ? ഇല്ലണ്ണ, അവന്റെ ഒരു സംശയം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് നക്കിയിട്ട് പോയി കിടക്കട. ഞാനൊന്ന് പറയട്ടെ അണ്ണ. അണ്ണൻ ജയിലിൽ പോയിട്ട് 1 വർഷം പോലും ആയില്ല. അതിനിടയിലാണ് ശവം അവിടെ കുഴിച്ചിട്ടതെങ്കിൽ അസ്ഥികൂടത്തിന് ഇത്രയും പഴക്കം തോന്നിക്കുമായിരുന്നോ? ശരിയാ മച്ചാനെ, തങ്കു പറഞ്ഞതിൽ കാര്യമുണ്ട്. ഗോമതി പറഞ്ഞു. എങ്ങനെ? എങ്ങനെയാണ് തങ്കു? ഒന്നുകൂടി പറ, കേക്കട്ടെ. അണ്ണൻ ഫിറ്റില്ല, നാളെ പറയാം. നീ പറയടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. തങ്കു താൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിച്ചു. അപ്പോ വിഗ്രഹം എടുത്തത് ശവം കുഴിച്ചിട്ടവർ അല്ലെന്നാണോ നീ പറയുന്നത്? എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി മനസ്സിലായി. കാർലോസ് തലയിളക്കിക്കൊണ്ടിരുന്നു. അണ്ണൻ പോയി കിടന്നോട്ടെ, നാളെ സംസാരിക്കാം. തങ്കരാജ് എണീറ്റു. നിങ്ങൾ സൂക്ഷിക്കണം. കാട്ടിനുള്ളിൽ നിങ്ങളെ കണ്ട കാര്യം അശോക് വർമ്മ പോലീസിൽ അറിയിച്ചു കാണും. ഞങ്ങൾക്ക് അറിയാക്ക. നാളെ ഞങ്ങൾ കാട്ടിൽ നിന്ന് സ്ഥലം വിടും. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടമാണ്. ഭദ്രൻ എഴുന്നേറ്റു. പോലീസ് വെറുതെ ഇരിക്കില്ല. അവരീ കാട്ടിൽ അരിച്ചു പെറുക്കും, തീർച്ച. അണ്ണന്റെ ഒരു സുഹൃത്തുണ്ട് പട്ടണത്തിൽ. അയാളെ വിവരം അറിയിച്ചിട്ടുണ്ട്. എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി ചെയ്യാനുണ്ടക്ക. എന്താണെന്ന മട്ടിൽ ഗോമതി ഭദ്രനെ നോക്കി. ആ സ്വർണ്ണ വിഗ്രഹം എവിടെയാണെന്ന് കണ്ടെത്തണം. പ്രതിമകൾ വിൽക്കുന്ന കടകളിൽ കയറി ഇറങ്ങണം. വിഗ്രഹം കണ്ടെത്തിയില്ലെങ്കിൽ മച്ചാൻ എന്തെങ്കിലും കളി കളിച്ചു കാണുമെന്ന് ഡിസിൽവ മുതലാളി വിചാരിക്കും. എങ്കിൽ മുതലാളിയും അടങ്ങിയിരിക്കില്ല. അറിയാണ്ണ, മുതലാളിയുടെ ആളുകൾക്കും പോലീസിനും ഇടയിൽ കിടന്ന് ഞങ്ങൾ വട്ടം തിരിയും. ഭദ്രൻ പറഞ്ഞു. രാവിലെ ആരോ പേരെടുത്ത് വിളിക്കുന്നത് കേട്ടാണ് സ്റ്റെല്ല കണ്ണു തുറന്നത്. താൻ എവിടെയാണെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഇഗ്നേഷ്യസ് ആണ് വിളിച്ചതെന്ന് പെട്ടെന്ന് അവൾ ഓർത്തു. എണീക്കുന്നില്ലേ? സമയം ഒരുപാട് വൈകി. അപ്പോഴാണ് അവൾ സമീപത്ത് നിൽക്കുന്ന ജോൺ ലൂക്കാസിനെ കണ്ടത്. സ്റ്റെല്ല സോഫയിൽ എഴുന്നേറ്റിരുന്നു. ഞാൻ ഇന്നലെ ഇത്തിരി ഓവറായി പോയി, സോറി. ലൂക്കാസ് പറഞ്ഞു. സാരമില്ല, ഞാൻ ഉറങ്ങാൻ ഒരുപാട് വൈകി, അതുകൊണ്ടാ എണീക്കാൻ താമസിച്ചത്. സോഫയിലാണല്ലോ കിടന്നത്. അകത്ത് കിടക്കയിൽ കയറി കിടക്കാൻ മേലായിരുന്നോ? ഇവിടെയാണെങ്കിൽ നല്ല കാഴ്ചയും കാണാം, കാറ്റും കൊള്ളാം. അവൾ പുഞ്ചിരിച്ചു. ചായ. ലൂക്കാസ് ഒരു ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടി. താങ്ക്സ്. സ്റ്റെല്ല ചായ ഗ്ലാസ് വാങ്ങി. മധുരം കുറവാണ്, എനിക്ക് അല്പം ഷുഗർ ഉണ്ട്. ലൂക്കാസ് പുഞ്ചിരിച്ചു. ലൂക്കാസ് മനസ്സിൽ ഒരു പദ്ധതിയും തയ്യാറാക്കിയിട്ടില്ലേ? ചിലതൊക്കെ നേരത്തെ കുറിച്ചു വെച്ചിട്ടുണ്ട്. അല്പം മുമ്പ് ഞാൻ അവനെ വിളിച്ചിരുന്നു, നളിൻകാന്തിനെ. അവന്റെ മനസ്സിലേക്ക് തീ കോരിയിട്ടു. ഇനി അവൻ വെറുതെ ഇരിക്കില്ല. ലൂക്കാസ് ഗ്ലാസ് ടീപ്പോയുടെ പുറത്ത് വെച്ചു. എന്തിനും മടിക്കാത്തവനാണ് നളിൻകാന്ത്. ലൂക്കാസ് പുറത്തിറങ്ങിയെന്നറിഞ്ഞ അവൻ കൊല്ലാൻ പോലും മടിക്കില്ല. ചിലപ്പോ വാടക കൊണ്ടുള്ള ആയിരിക്കും പിന്നാലെ വിടുക. എനിക്കറിയാം സ്റ്റെല്ല, അവൻ എന്റെ മുന്നിൽ കിട്ടണം. അതിനാണ് ഞാൻ അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. ഞാനും ലൂക്കാസിന്റെ ഒപ്പം ഉണ്ടെന്നറിഞ്ഞ അവന്റെ ഉറക്കം നഷ്ടപ്പെടും, തീർച്ച. അവൻ വരട്ടെ സ്റ്റെല്ല. നമ്മുടെ കണക്കുകൾ മുതലും പലിശയും ചേർത്ത് വീട്ടണം. വിടില്ല ഞാൻ അവനെ.
വെറും മോലപ്പാമ്പായ ലൂക്കാസിനെ രാജവെമ്പാലയാക്കിയത് അവനാണ്. ലൂക്കാസിന്റെ കണ്ണിൽ നിന്ന് തീപ്പൊരി പറക്കുന്നുണ്ടെന്ന് സ്റ്റെല്ലയ്ക്ക് തോന്നി. ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പെട്ടെന്ന് ആർക്കും കണ്ടാൽ മനസ്സിലാവരുത്. വേണമെങ്കിൽ മുഖത്തൊരു കണ്ണട കൂടി ആകാം. സ്റ്റെല്ല എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. സാറ് കുട്ടികളുമായി പട്ടണത്തിലേക്ക് പോകാൻ തീരുമാനിച്ചല്ലേ? ഗാർഡ് ഗോപാലകൃഷ്ണൻ ഫോറസ്റ്റർ അശോക് വർമ്മയോട് തിരക്കി. അതേ ഗോപാല. കുട്ടികൾ ആകെ പേടിച്ചുപോയി. ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് പെട്ടെന്ന് ഇങ്ങ് വരും. ശ്രീലതയും കുട്ടികളും സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഞങ്ങൾ റെഡിയാണ് പപ്പ, റീന വിളിച്ചു പറഞ്ഞു. അവക്കായിരുന്നു ഏറ്റവും സന്തോഷം. ഗോപാല, സാധനങ്ങളൊക്കെ എടുത്ത് ജീപ്പിൽ കയറ്റ്. ആ, ഒരു കാര്യം പറയാൻ മറന്നു. ഞങ്ങൾ സാൻഡൽ വാലിയിൽ ചെന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് വൈകുന്നേരമേ നാട്ടിലേക്ക് മടങ്ങും. ഗോപാലൻ സാധനങ്ങൾ എടുത്ത് ജീപ്പിന്റെ പിന്നിൽ കൊണ്ടുപോയി വെച്ചു. പപ്പ, നമ്മൾ വെള്ളച്ചാട്ടം കണ്ടിട്ടല്ലേ പോവും? നീ എപ്പോഴും ചോദിക്കണ മോളെ, നമ്മളത് ഇന്നലെ തീരുമാനിച്ചതല്ലേ? അവൾക്ക് എല്ലാ കാര്യത്തിലും സംശയമാണെന്ന് പപ്പയ്ക്ക് അറിഞ്ഞൂടെ? സുഷമ പറയുന്നത് കേട്ട് റീന അവളെ തല്ലാൻ ചെന്നു. സുഷമ ഓടി വർമ്മയുടെ അടുത്തേക്ക് വന്നു. പപ്പ, റേഞ്ചേഴ്സ് സാർ ഇങ്ങോട്ട് വരുന്നുണ്ട്, സുനിത പറഞ്ഞു. അത് കേട്ട് ശ്രീലതയുടെ നെഞ്ചിരിപ്പ് കൂടി. ഈശ്വര, അദ്ദേഹം എന്തെങ്കിലും പറയുമോ ആവോ? നമ്മൾ നാട്ടിലേക്ക് പോകുന്ന കാര്യം അറിഞ്ഞിട്ടായിരിക്കും സാറ് വരുന്നത്, അല്ല ചേച്ചി? അതെ, ആ സാറ് വന്നില്ലായിരുന്നെങ്കിൽ ഓർക്കുമ്പോ പേടിയാവുന്നു. ഇന്നലെ ഉണ്ടായ സംഭവം മനസ്സിലോർത്തുകൊണ്ട് സുനിത പറഞ്ഞു. വെപ്രാണത്തിനിടയിൽ ഇന്നലെ ആ സാറിനോട് ഒരു നന്ദി വാക്ക് പോലും പറയാൻ സാധിച്ചില്ല പപ്പ. സാരമില്ല, മക്കളുടെ ജീവൻ രക്ഷിച്ചതിന് ഞാൻ റോബോട്ടിനോട് നന്ദി പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം വരുമ്പോ നിങ്ങളും പറഞ്ഞോളൂ. സന്തോഷാകട്ടെ. ശരി പപ്പ. വർമ്മ സാർ, പേടിച്ചോടുന്നത് ധീരന്മാർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല, സിറ്റ് ഔട്ടിലേക്ക് കയറിയ റോബർട്ട് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് 2-3 മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞത് തെറ്റാണെന്ന് റോബർട്ടിന് തോന്നും. വർമ്മ ചിരിച്ചു. ഞാനൊരു ജോക്ക് പറഞ്ഞതല്ലേ സർ. ഈ കാട്ടിൽ കുടുംബവുമായി വന്ന് താമസിക്കാൻ കൊള്ളില്ല. എന്തു ചെയ്യാനാ? വെക്കേഷൻ ആയപ്പോ കുട്ടികൾക്ക് ഒരേ നിർബന്ധം, എന്റെ കൂടെ കാട് കാണാൻ വരണമെന്ന്. ഞാൻ ആകുന്നത് പറഞ്ഞു നോക്കി, എവിടെ? ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു. ഇപ്പൊ അവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന്. കുട്ടികളല്ലേ സാറേ, വെറുതെ വിട്. എവിടെയാ മിസ്സിസ്? ലതയോ? അകത്തുണ്ട്. ശ്രീലതേ, വർമ്മ ഉറക്കെ വിളിച്ചു. വിങ്ങി വേർത്ത മുഖവുമായി ലത വാതിൽക്കിലെത്തി. നിനക്ക് എന്തു പറ്റി വല്ലാതെ ഇരിക്കുന്നത്? ഒന്നുമില്ല, പരിഭ്രാന്തി മറയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ശ്രീലത പറഞ്ഞു. നിങ്ങൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടതാണല്ലോ, അല്ലേ? അതെ. ലതയെ ചായ എടുക്കാൻ മേലായിരുന്നോ? എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് കരുതിയ ശ്രീലത അകത്തേക്ക് വലിഞ്ഞു. സാർ ഇന്നലെ വന്നില്ലായിരുന്നെങ്കിൽ ആ കള്ളന്മാർ ഞങ്ങളെ... ഒരുപാട് നന്ദിയുണ്ട് സർ. ഇന്നലെ സാറിനോട് ഒരു നല്ല വാക്ക് പോലും പറയാൻ സാധിച്ചില്ല, സുനിത റോബർട്ടിനോട് പറഞ്ഞു. ഞാനൊരു നിയമപാലകനല്ലേ മോളെ, എന്റെ ഡ്യൂട്ടി ചെയ്തു എന്ന് കരുതിയാൽ മതി. പിന്നെ നിങ്ങൾക്കൊക്കെ എന്റെ മക്കളാകാനുള്ള പ്രായമല്ലേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ എന്റെ കുട്ടികൾക്കാണ് ഈ അവസ്ഥ വന്നുവെങ്കിലെന്ന് ചിന്തിച്ചുപോയി. അതിന് നിങ്ങളുടെ പപ്പ നന്ദി പറയുകയും ചെയ്തു. ചിരിച്ചുകൊണ്ട് റോബർട്ട് എല്ലാവരെയും മാറി മാറി നോക്കി. ഇത് പറഞ്ഞപ്പോഴാ ഞാൻ തന്നോട് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചത്, ആ മുഖം എന്നോണം വർമ്മ പറഞ്ഞു. സാറിന് എന്താണ് അറിയേണ്ടത്? ഞാൻ പറയാം പപ്പ, എന്താ ചോദിക്കാൻ പോകുന്നതെന്ന്, സുനിത ഇടയ്ക്ക് കയറി പറഞ്ഞു. എങ്കിൽ പറയ്, നിനക്ക് പരഹൃദയ ജ്ഞാനമുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സാർ എന്താ വിവാഹം കഴിക്കാത്തതെന്നല്ലേ? ഇടുക്കി, ഞാൻ ചോദിക്കാൻ വന്നത് ഇതല്ല, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടത് തന്നെ. വർമ്മ റോബർട്ടിനെ നോക്കി. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു, ആ പെണ്ണ് വഞ്ചിച്ചതുകൊണ്ട് കല്യാണം വേണ്ടെന്ന് വെച്ചു എന്നാണല്ലോ താൻ പറഞ്ഞിരിക്കുന്നത്? അതെ. ആ ചതിച്ച പെണ്ണ് വേറെ വിവാഹം കഴിച്ച് സുഖമായി കഴിയുമ്പോ താൻ എന്തിന് ആ പെണ്ണിനോർത്ത് ജീവിതം വെറുതെ കളയുന്നു? മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചുകൂടെ? സാറ് പറഞ്ഞത് ശരിയാണ്. വർഷങ്ങൾക്ക് ശേഷം എന്നെ വഞ്ചിച്ച ആ പെണ്ണിനെ ഞാൻ കണ്ടു. ഭർത്താവും മക്കളുമായി സുഖമായി കഴിയുന്നു. അതാ ഞാൻ പറഞ്ഞത്, താൻ തന്റെ ലൈഫ് നശിപ്പിച്ചു കളയരുതെന്ന്. പ്രായം അധികമൊന്നും ആയിട്ടില്ല, ഇനിയാണെങ്കിലും തനിക്കൊരു പെണ്ണ് കിട്ടും. ഞാൻ വേണമെങ്കിൽ അന്വേഷിച്ചു നോക്കാം. വേണ്ട സർ, അതൊക്കെ കഴിഞ്ഞു പോയ അധ്യായങ്ങളാണ്. ഈ ജീവിതത്തിൽ എനിക്ക് മറ്റൊരു പെണ്ണിനെ സ്വീകരിക്കാൻ കഴിയില്ല. പക്ഷെ അതൊന്നുമല്ല എന്റെ പ്രശ്നം. അവൾ പ്രസവിച്ച എന്റെ കുഞ്ഞ് എവിടെയോ ജീവിച്ചിരിക്കുന്നു. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. എന്റെ ചോരയെ ഞാൻ കണ്ടെത്തും സർ. ചായയുമായി വരികയായിരുന്ന ശ്രീലത ആ വാക്കുകൾ കേട്ട് ഞെട്ടിപ്പോയി. ഈശ്വര, അദ്ദേഹം എല്ലാം വിളിച്ചു പറയുമോ?
പറഞ്ഞ ആത്മഹത്യ അല്ലാതെ തനിക്ക് മറ്റു മാർഗങ്ങളില്ല. സാരിത്തുമ്പ് കൊണ്ട് മുഖം തുടച്ചുകൊണ്ട് ശ്രീലത ചായ കൊണ്ടുവന്ന് വെച്ചു. എന്താ ലതേ, നിനക്ക് സുഖമില്ലേ? വർമ്മ തിരക്കി. മമ്മിക്ക് തലവേദനയാ പപ്പ. എങ്കി പോയി വിശ്രമിക്ക്. ഉം. ലത അകത്തേക്ക് പോയി. നിന്റെ തലവേദന കൂടാൻ പോകുന്നതേ ഉള്ളൂ, റോബർട്ട് മന്ത്രിച്ചു. ശ്രീലത കിടക്കയിൽ വന്നിരുന്നു. അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്? താൻ പ്രസവിച്ച കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടെന്നോ? ഈശ്വര, തന്റെ കുഞ്ഞ് പ്രസവത്തോടെ മരിച്ചു പോയല്ലോ. പിന്നെ ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി ശ്രീലതയിരുന്നു. മമ്മി, മമ്മി! സുനിത ഉറക്കി വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് വന്നു. മമ്മി ഇവിടെ വന്നിരിക്കുകയാണോ? എല്ലാവരും പോകാൻ റെഡിയായി. പപ്പ മമ്മിയെ അന്വേഷിക്കുന്നുണ്ട്. എണീറ്റ് വാ. റേഞ്ച് സാറ് പോയോ? ശ്രീലത എണീറ്റു. സാറ് പോയി മമ്മി. മമ്മി വാ, സെൻട്രൽ വാലിയിലൊക്കെ കറങ്ങാനുള്ളതാ, സമയം പോകുന്നു. പപ്പായുടെയും മക്കളുടെയും കറക്കം ഇതുവരെ തീർന്നില്ലേ? ബാക്കിയുള്ളവർക്ക് എങ്ങനെയെങ്കിലും വീട്ടിലൊന്ന് എത്തിയാൽ മതി, അസഹ്യതയോടെ ശ്രീലത പറഞ്ഞു. മമ്മിക്ക് കോളേജും കുട്ടികളും മാത്രമേ പറ്റൂ. വിളിച്ചോണ്ട് വന്നാ ഞങ്ങളെ പറഞ്ഞാ മതി. വരുന്നുണ്ടെങ്കി വാ, അല്ലെങ്കിൽ പപ്പയുടെ വഴക്ക് കേൾക്കേണ്ടി വരും. സുനിത ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി. മമ്മി എന്തിയടി? വർമ്മ ചോദിച്ചു. എണീറ്റ് വരുന്നുണ്ട്. എന്തെങ്കിലും സാധനങ്ങൾ മറന്നിട്ടുണ്ടോ എന്ന് നോക്ക്. ഇല്ല പപ്പ, എല്ലാം എടുത്തിട്ടുണ്ട്, സുഷമ പറഞ്ഞു. അപ്പോഴേക്കും ശ്രീലതയും എത്തി. എന്താ ലതേ, തലവേദന കുറവില്ലേ? ഉണ്ട്. എന്നാ നമുക്ക് പോകാം. നേരത്തെ പോയില്ലെങ്കിൽ വീട്ടിലെത്തുമ്പോ രാത്രിയാവും. ശ്രീലതയും കുട്ടികളും ജീപ്പിൽ കയറി. ഗോപാലകൃഷ്ണ, പോയി വരട്ടെ. വർമ്മ പുഞ്ചിരിച്ചുകൊണ്ട് ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. അങ്കിൾ ടാറ്റ. കുട്ടികൾ കൈവീശി. ഗോപാലൻ തിരിച്ചും ജീപ്പ് കാട്ടുവഴിയിലൂടെ കുന്നിറങ്ങാൻ തുടങ്ങി. ഗോപാലൻ ഓഫീസിലേക്ക് ചെന്നു. ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന റേഞ്ചറെ കണ്ടു. എന്താ സാറേ, ഒരാലോചന? ഒന്നുമില്ലടോ, ഞാൻ ചിലതെല്ലാം അറിയാതെ ഓർത്തുപോയി. ഗോപാലിന് ഒന്നും മനസ്സിലായില്ല. ഗോപാല, ഫ്ലാസ്കിൽ ചായ ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുക്ക്. വല്ലാത്ത തണുപ്പ്. ശരി സർ. ഗോപാലൻ മുറിയിലേക്ക് കയറി. സാൻഡൽ വാലി ടൗൺഷിപ്പിലൂടെ അവർ നടന്നു. സ്റ്റെല്ലയും ലൂക്കാസും. അവൾ പെട്ടെന്ന് മനസ്സിലാകാത്ത വിധത്തിൽ മാറിയിരുന്നു. നീ എന്താ സ്റ്റെല്ല ആലോചിക്കുന്നത്? കുറെ നേരമായല്ലോ. ലൂക്കാസ് സ്റ്റെല്ലയെ നോക്കി. എനിക്കിപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട്. ഇഗ്നേഷ്യസിനെ ആരാണ് കൊന്നത്? ഏതോ അദൃശ്യ ശക്തി എന്നെ വിളിച്ചോണ്ട് പോയ സമയത്താണ് അതുണ്ടായത്. പക്ഷെ ആരായിരുന്നു അത് ചെയ്തത്? അതും എന്തിനു വേണ്ടി? എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. സ്റ്റെല്ലയെ കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരുമ്പോ ഒരു നിഴൽ ഓടിപ്പോകുന്നത് കണ്ടു. അപ്പോ ഞാൻ അതത്ര സീരിയസ് ആയി എടുത്തിരുന്നില്ല, ലൂക്കാസ് പറഞ്ഞു. എങ്കിൽ അവൻ തന്നെ ആയിരിക്കും ഇഗ്നേഷ്യസിനെ കൊന്നത്, അല്ലെ ലൂക്കാസ്? സാധ്യത തള്ളിക്കളയാനാവില്ല. സാഹചര്യവും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇഗ്നീഷ്യസ് ഒരു വാടക കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം ശത്രുക്കളും കണ്ടെന്നിരിക്കും. പക്ഷെ എന്റെ ഒപ്പം താമസം തുടങ്ങിയ ശേഷം അയാൾ നല്ലവനാകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അടിപിടികൾക്കൊന്നും പോയിരുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല സ്റ്റെല്ല. അവൻ ചെയ്ത പാപത്തിന്റെ ഫലം അവൻ തന്നെ അനുഭവിക്കാതെ പറ്റില്ലല്ലോ. ഒരു ഗുണ്ടയുടെ ജീവിതം മിക്കപ്പോഴും ഒരു കത്തിപ്പിടിയിൽ തീരുമെന്ന് കേട്ടിട്ടില്ലേ? സ്റ്റെല്ല അതിന് മറുപടി പറഞ്ഞില്ല. ഇഗ്നീഷ്യസ് അവസാനമായി തനിക്ക് കൊണ്ടുവന്ന് തന്നത് മാലയും പാദസരവുമാണ്. മുരടനായിരുന്നെങ്കിലും സ്നേഹം നിറഞ്ഞൊരു മനസ്സ് അയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ 10 പൈസയ്ക്ക് വകയില്ലായിരുന്നു തന്നെ വിളിച്ച് കൂടെ പൊറപ്പിച്ചത്. ഇനി ഒരിക്കലും തെറ്റുകളിലേക്ക് വഴുതി വീഴരുതെന്ന് നിഷ്കർഷിച്ചത്. പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് സ്റ്റെല്ല. എന്താണെന്ന അർത്ഥത്തിൽ അവൾ ലൂക്കാസിനെ നോക്കി. ഇഗ്നേഷ്യസിന്റെ കൊലപാതകത്തെക്കുറിച്ച് ഒരു പത്രത്തിലും വാർത്ത വന്നിട്ടില്ല. അത് വളരെ അത്ഭുതമായിരിക്കുന്നു. പത്രത്തിൽ വാർത്ത ഇടാത്തതാണെങ്കിലോ? ഒരിക്കലുമല്ല. എന്നെക്കുറിച്ചും കാണേണ്ടതാണ്. ഇഗ്നേഷ്യസിനെ കുത്തിക്കൊന്നിട്ട് കാമുകിയായി സീരിയൽ നടി നാടുവിട്ടെന്ന് വാർത്ത വന്നേനെ. അത് നേരാണെന്ന് ഓർത്തപ്പോൾ സ്റ്റെല്ല അറിയാതെ ഞെട്ടിപ്പോയി. അപ്പോ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെ ലൂക്കാസ്? അതെ, എനിക്ക് തോന്നുന്നത് ഇഗ്നേഷ്യസ് മരിച്ചിട്ടില്ലെന്നാണ്. അയാളിപ്പോ ഏതെങ്കിലും ആശുപത്രിയിൽ ഉണ്ടാകും. ലൂക്കാസ് പറഞ്ഞത് ശരിയാണെന്ന് അവൾക്ക് തോന്നി. രണ്ടുപേരും നടന്ന് വെള്ളച്ചാട്ടത്തിന് സമീപം എത്തി. ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. ആളുകൾക്കിടയിലൂടെ അശോക് വർമ്മയും കുട്ടികളും വെള്ളച്ചാട്ടത്തിന് അരികിലേക്ക് വന്നു. പെട്ടെന്നാണ് സ്റ്റെല്ല ആ കാഴ്ച കണ്ടത്. തനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീ. പക്ഷേ അതാരാണെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല. അപ്പോൾ സ്റ്റെല്ലയുടെ ശരീരം ഉയർത്തു. തലയ്ക്കുള്ളിൽ കടന്നൽ മൂളുന്നത് പോലെ തോന്നി. ശരീരത്തിനാകമാനം ഒരു വിറയൽ. ഏതോ ഒരു അദൃശ്യ ശക്തി അവളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. മുന്നോട്ട് നടക്ക്, ആ സ്ത്രീയുടെ അടുത്തേക്ക്.
ആരോ മനസ്സിലിരുന്ന് ആജ്ഞാപിക്കുന്നത് പോലെ സ്റ്റെല്ലയ്ക്ക് തോന്നി. അവൾ മുന്നോട്ട് കുതിച്ചു. സ്റ്റെല്ല, നിൽക്ക്! ഒന്നും മനസ്സിലാകാതെ ലൂക്കോസ് അവൾക്ക് പിന്നാലെ ഓടി. സ്റ്റെല്ലയുടെ നടത്തം ശ്രീലതയുടെ മുമ്പിൽ അവസാനിച്ചു. കുട്ടികളും വർമ്മയും കുറച്ചു മുമ്പോട്ട് പോയിരുന്നു. അമ്മേ, എന്നെ ഓർമ്മയുണ്ടോ? സ്റ്റെല്ല ശ്രീലതയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. ലത പേടിച്ചുപോയി. എന്താ കുട്ടി, നീ ആരാണ്? അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ അമ്മയുടെ മോളാണ്. ഏ? ശ്രീലത അമ്പരപ്പോടെ സ്റ്റെല്ലയെ നോക്കി. 40 വയസ്സെങ്കിലും പ്രായമുള്ള ഇവളെങ്ങനെ തന്റെ മോളാകും? ശ്രീലത ചിന്തിച്ചത് അതാണ്. സ്റ്റെല്ല, എന്താ കാണിക്കുന്നത്? ലൂക്കാസ് ഓടി വന്ന് അവളെ വലിച്ചു മാറ്റി. സോറി, എന്റെ ഭാര്യയാണ്. കുറച്ച് മാനസിക പ്രശ്നമുണ്ട്. രക്ഷപ്പെടാൻ വേണ്ടി ലൂക്കാസ് പറഞ്ഞു. അയാൾ സ്റ്റെല്ലയെ വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അമ്മേ, എന്റെ അമ്മേ! സ്റ്റെല്ല നിലവിളിച്ചുകൊണ്ടിരുന്നു. ശ്രീലത അശോകവർമ്മയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ മാനസിക നില തെറ്റിയ സ്റ്റെല്ലയെ കുറിച്ച് ഓർത്തു. പാവം. സ്റ്റെല്ല, സ്റ്റെല്ല! ലൂക്കാസ് അവളെ കുലുക്കി വിളിച്ചു. ഉറക്കത്തിൽ നിന്നുണരുന്നത് പോലെ സ്റ്റെല്ല ഞെട്ടലോടെ പകച്ചു നോക്കി. ലൂക്കാസ്, എനിക്ക് എന്താ പറ്റിയത്? അവൾ അമ്പരപ്പോടെ ചുറ്റും നോക്കി. നീ എന്തൊക്കെയാണ് സ്റ്റെല്ല കാട്ടിക്കൂട്ടുന്നത്? അവൾ ഒന്നും മനസ്സിലാകാതെ മിഴിച്ചു നോക്കി. നീ എന്തിനാണ് കണ്ട സ്ത്രീകളെയൊക്കെ അമ്മയെന്ന് വിളിക്കുന്നത്? കൊച്ചു പിള്ളേരെ പോലെ. എനിക്കറിയില്ല ലൂക്കാസ്, ആരോ എന്റെ ഉള്ളിലിരുന്ന് അങ്ങനെ വിളിക്കാൻ പറഞ്ഞതാണ്. ഏതോ ഒരു അദൃശ്യ ശക്തി ചെവിയിൽ പറയുന്നത് പോലെ. എനിക്ക് ഉറപ്പാ ലൂക്കാസ്, മരിച്ചെന്ന് എന്നെ പുറത്തേക്ക് പിടിച്ചിറക്കിയ അതേ ശക്തി തന്നെയാണ് എന്നെ കൊണ്ട് ആ സ്ത്രീയെ അമ്മയെന്ന് വിളിപ്പിച്ചത്. എന്തൊക്കെയാണ് സ്റ്റെല്ല നീ പുലമ്പുന്നത്? സത്യമാണ് ലൂക്കാസ്, നിങ്ങൾ എന്നെ വിശ്വസിക്കേ. ആ സ്ത്രീയുടെ ഭർത്താവ് അടുത്തില്ലാതിരുന്നത് എന്റെ ഭാഗ്യം, അല്ലെങ്കിൽ ചുട്ട അടി കിട്ടിയേനെ. ലൂക്കാസിനും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇതിനൊന്നും ഉത്തരം പറയാൻ എനിക്ക് കഴിയുന്നില്ല ലൂക്കാസ്, നിസ്സഹായതയോടെ സ്റ്റെല്ല പറഞ്ഞു. ആളുകൾക്കിടയിൽ നിന്ന് ഒരാൾ ലൂക്കാസിന് കണ്ണു വെക്കുന്നത് അവർ അറിഞ്ഞില്ല. സ്റ്റെല്ലയും ലൂക്കാസും ഭക്ഷണം കഴിക്കാനായി ഒരു ഹോട്ടലിലേക്ക് കയറി. അവിടെ നല്ല തിരക്കായിരുന്നു. ഫാമിലി റൂമിലേക്ക് ഇരിക്കാം സർ, സപ്ലയർ പറഞ്ഞു. അവർ മറ്റൊരു മുറിയിലേക്ക് കയറി. അവിടെ 3-4 ഫാമിലി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. സർ, എന്താ കഴിക്കാൻ? സപ്ലയർ അടുത്തു വന്നു. ലൂക്കാസ് ആഹാര സാധനങ്ങൾക്ക് ഓർഡർ ചെയ്തു. അപ്പോൾ അവരെ പിന്തുടർന്ന് വന്ന തടിയനും ഹോട്ടലിലേക്ക് കയറി. അവരെ അയാൾ ഹോട്ടലിന്റെ മുക്കിലും മൂലയിലും തിരഞ്ഞു. ഒടുവിൽ ഫാമിലി റൂമിൽ കണ്ടെത്തി. അയാളുടെ ചുണ്ടിൽ പുഞ്ചിരി മുട്ടിട്ടു. പിന്നെ അയാൾ പുറത്തിറങ്ങി തിരക്കില്ലാത്ത ഭാഗത്തേക്ക് മാറി നിന്ന് മൊബൈൽ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. സാർ പറഞ്ഞ ആളെ കണ്ടുപിടിച്ചു. കൂടെ ഒരു സ്ത്രീയുണ്ട്. വെരി ഗുഡ്. അവൻ ഇനി ജീവനോടെ ഇരിക്കരുത്. ശരി സാർ, പിന്നെ വിളിക്കാം. കോൾ കട്ടാക്കി ഫോൺ പോക്കറ്റിൽ തിരികെ ശേഷം അയാൾ ഹോട്ടലിലേക്ക് വന്നു. അവരെ കാണാനില്ല. തടിയൻ ആളുകൾക്കിടയിലൂടെ മുന്നോട്ട് കുതിച്ചു. ഒടുവിൽ അവർ ദൂരെ പാർക്കിങ്ങിൽ നിൽക്കുന്നത് കണ്ട് തടിയൻ ആശ്വസിച്ചു. പിന്നെ അവർ കരികിലേക്ക് നടന്നു. ആ സമയം ലൂക്കാസും സ്റ്റെല്ലയും വെള്ളച്ചാട്ടത്തിന് സമീപം എത്തി. ഇരുമ്പുവേലിയിൽ പിടിച്ചുകൊണ്ട് അവർ ആ കാഴ്ച നോക്കിക്കൊണ്ട് നിന്നു. അപ്പോഴാണ് അവർക്ക് സമീപം അശോക് വർമ്മയും കുടുംബവും നിൽക്കുന്നത് ലൂക്കാസ് കണ്ടത്. സ്റ്റെല്ല, ആ സ്ത്രീയാണ് നീ കുറച്ചു മുമ്പ് അമ്മയെന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ചത്, ലൂക്കാസ് പറഞ്ഞു. സ്റ്റെല്ല തിരിഞ്ഞ് ശ്രീലതയെ നോക്കി. താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സ്ത്രീ. ആളുകൾക്കിടയിലൂടെ തടിയൻ വെള്ളച്ചാട്ടത്തിന് സമീപം എത്തി. ലൂക്കാസും സ്റ്റെല്ലയും അവിടെ നിൽക്കുന്നത് അയാൾ കണ്ടു. ഏതാണ് ആ സ്ത്രീ? സ്റ്റെല്ല ലൂക്കാസിനോട് തിരക്കി. എനിക്കറിയില്ല. അവരുടെ ഭർത്താവിനെ കണ്ടിട്ട് പോലീസാണെന്ന് തോന്നുന്നു, ലൂക്കാസ് പറഞ്ഞു. ലതേ, പോകാം. അശോക് വർമ്മ വിളിച്ചതും ശ്രീലതയും കുട്ടികളും പോകുന്നത് സ്റ്റെല്ല കണ്ടു. ലത എന്നാണ് ആ സ്ത്രീയുടെ പേര്, സ്റ്റെല്ല മന്ത്രിച്ചു. തടിയൻ അവർക്ക് പിന്നിലെത്തി. ലൂക്കാസ് തിരിഞ്ഞു നോക്കിയപ്പോൾ തങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന തടിയനെ കണ്ടു. സ്റ്റെല്ല, അത് കണ്ടോ? ലൂക്കാസ് കൈ ചൂണ്ടി. സ്റ്റെല്ല തിരിഞ്ഞു നോക്കി. അവൻ കുറെ നേരമായി നമ്മുടെ പിന്നാലെ ഉണ്ട്. ഹോട്ടലിലും പാർക്കിലും ഞാൻ അവനെ കണ്ടതാ, ലൂക്കാസ് മന്ത്രിച്ചു. എങ്കിൽ സൂക്ഷിക്കണം. നളിൻകാന്ത് അയച്ച വാടകക്കൊള്ളിയാളി ആയിരിക്കും. എനിക്കും സംശയമുണ്ട് സ്റ്റെല്ല. നമുക്ക് മടങ്ങിപ്പോകാം, വരൂ. ലൂക്കാസ് സ്റ്റെല്ലയുടെ കൈ പിടിച്ചുകൊണ്ട് ജീപ്പ് കിടക്കുന്നിടത്തേക്ക് നടന്നു. നടക്കുന്നതിനിടയിൽ സ്റ്റെല്ല തിരിഞ്ഞു നോക്കി. അയാൾ പിന്നാലെ ഉണ്ടായിരുന്നു. അവർ വേഗം ജീപ്പിൽ കയറി. ലൂക്കാസ് താമസ സ്ഥലത്തേക്ക് ജീപ്പ് വിട്ടു. സമയം സായാഹ്നമായി. അശോക് വർമ്മയും കുടുംബവും മടങ്ങിപ്പോകാനായി ജീപ്പിൽ കയറി. എല്ലാവരുടെയും പരാതി തീർന്നല്ലോ? വർമ്മ കുട്ടികളെ നോക്കി. തീർന്നു അപ്പാ, സുഷമ സന്തോഷത്തോടെ പറഞ്ഞു. എങ്കിൽ നമുക്ക് പോകാം. വർമ്മ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. 2 മണിക്കൂർ യാത്രയുണ്ട് വീട്ടിലേക്ക്.
അതിനെന്താ, ടൗണിൽ ചെന്ന് ഭക്ഷണവും കഴിച്ചു പോയാൽ മതി. വീട്ടിൽ ചെന്നാലുടൻ കേറി കിടക്കാമല്ലോ, റീന പറഞ്ഞു. മമ്മിക്ക് എന്താ മക്കളെ മൂടില്ലാത്തത്? തലവേദന മാറിയില്ലേ? വർമ്മ ശ്രീലതയെ നോക്കി. ഇന്നൊരു സംഭവം ഉണ്ടായി, ശ്രീലത പറഞ്ഞു. എന്താണ് ഞങ്ങൾ അറിയാത്ത ആ സംഭവം? തന്നെ ഒരു സ്ത്രീ അമ്മേ എന്ന് വിളിച്ച് കയ്യിൽ കയറിപ്പിടിച്ച കാര്യം ശ്രീലത പറഞ്ഞു. ഏതെങ്കിലും ഭ്രാന്തിയായിരിക്കും അത്, സുനിത കളിയാക്കി. അതെ, തലയ്ക്ക് സുഖമില്ലാത്ത സ്ത്രീയാണെന്നാ അവരുടെ ഭർത്താവ് പറഞ്ഞത്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞത് എത്ര ശരിയാ, സുനിത ഒച്ചയിട്ടു. പക്ഷെ അവളെ കണ്ട ഭ്രാന്തുണ്ടെന്ന് തോന്നുകയില്ല, ആലോചനയോടെ ശ്രീലത പറഞ്ഞു. നഗരത്തിൽ പ്രതിമകൾ വിൽക്കുന്ന കടയിലേക്ക് ഒരാൾ കയറി ചെന്നു. റിസപ്ഷനിൽ വരുന്ന പെൺകുട്ടി എണീറ്റു. എന്താ സർ? എനിക്കൊരു പ്രതിമ വേണം, ഭഗവാന്റെ പ്രതിമ, അയാൾ പറഞ്ഞു. വന്നോളൂ സർ. അവൾക്ക് പിന്നാലെ അയാൾ മറ്റൊരു ഭാഗത്തേക്ക് ചെന്നു. സ്റ്റാൻഡിൽ നിരത്തി വെച്ചിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പല രൂപത്തിലും ഭാവത്തിലുമുള്ള പ്രതിമകൾ. അയാൾ ഓരോ പ്രതിമയും എടുത്ത് പരിശോധിച്ചുകൊണ്ടിരുന്നു. ഇതിനൊക്കെ എത്ര പഴക്കമുണ്ടാവും? അയാൾ തിരക്കി. 4-5 മാസത്തിൽ കൂടുതൽ ഇല്ല സർ. നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നവയാണോ ഇതൊക്കെ? അതെ സർ, ഞങ്ങൾക്ക് ഫാക്ടറി ഉണ്ട്. പുറമേ നിന്നും കൊണ്ടുവരുന്ന പ്രതിമകൾ നിങ്ങൾ വാങ്ങാറുണ്ടോ? ഉണ്ട് സർ. ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു പ്രതിമ നിങ്ങൾ ആരോടെങ്കിലും വാങ്ങിയിട്ടുണ്ടോ? ഭഗവാൻ കൃഷ്ണന്റെ പ്രതിമ? എനിക്കറിയില്ല സർ, എന്റെ അച്ഛൻ അറിയാമായിരിക്കും, പെൺകുട്ടി പറഞ്ഞു. സാർ ഇരിക്കൂ, ഞാൻ അച്ഛനെ വിളിക്കാം, പെൺകുട്ടി ആഗതനോട് പറഞ്ഞു. എന്താ മോളുടെ പേര്? അയാൾ തിരക്കി. ഹണി. സ്വീറ്റ് നെയിം. ഹണി മൊബൈൽ എടുത്ത് അച്ഛനെ വിളിച്ചു. 5 മിനിറ്റ്, അച്ഛൻ ഇപ്പൊ വരും, ഹണി പറഞ്ഞു. ഇവിടെ അടുത്താണോ വീട്? അതെ, ജംഗ്ഷൻ അടുത്ത്, അവൾ പുഞ്ചിരിച്ചു. ആഗതൻ മുഖത്തു നിന്ന് കൂളിംഗ് ഗ്ലാസ് ഊരി പൊടി തുടച്ച ശേഷം വീണ്ടും അതണിഞ്ഞു. സർ പോലീസാണോ? ഹണി സംശയത്തോടെ തിരക്കി. അച്ഛൻ വരട്ടെ, പറയാം, അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞതും ഒരു യമഹ ബൈക്ക് കടയുടെ മുറ്റത്ത് വന്നു നിന്നു. അതിൽ നിന്നും 60 വയസ്സ് പ്രായം തോന്നിക്കുന്ന മെലിഞ്ഞ ഒരു മനുഷ്യൻ ഇറങ്ങി. അച്ഛൻ വന്നു, എണീറ്റുകൊണ്ട് ഹണി പറഞ്ഞു. കട ഉടമ അകത്തേക്ക് കയറി വന്നു. ഇതാ അച്ഛാ, ഞാൻ പറഞ്ഞ ആള്. സാറിന് ഏത് പ്രതിമയാണ് വേണ്ടത്? കസേരയിൽ ഇരുന്നു കൊണ്ട് അയാൾ തിരക്കി. നിങ്ങളുടെ പേര്? വിശ്വനാഥൻ. സാർ പോലീസിൽ നിന്നാണോ? വിശ്വനാഥന്റെ നെറ്റി ചുളിഞ്ഞു. അതെ, എന്റെ പേര് പോൾ. പോൾ സി ഐസക്, ക്രൈംബ്രാഞ്ചിലാണ്. ആഗതൻ മന്ദഹസിച്ചു. സാറിന് എന്താണ് അറിയേണ്ടത്? വിശ്വനാഥൻ വിനയാന്യതനായി. പുറമേ നിന്നും ആളുകൾ കൊണ്ടുവരുന്ന വിഗ്രഹങ്ങൾ നിങ്ങൾ വാങ്ങിക്കാറുണ്ടോ? സാധാരണഗതിയിലില്ല സർ, പക്ഷെ അസാധാരണമായി തോന്നുന്ന ചിലതെല്ലാം ഞങ്ങൾ വാങ്ങിക്കാറുണ്ട്. അസാധാരണം എന്ന് പറഞ്ഞ്? നിർമ്മാണത്തിലുള്ള പുതുമ, ഭംഗി, നിറം, അങ്ങനെ എന്തും. ഈ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും പ്രതിമകൾ നിങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ വാങ്ങിയതായി ഓർമ്മയുണ്ടോ? അതിപ്പോ, വിശ്വനാഥൻ തലചൊറിഞ്ഞു. ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞാ മതി. 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടെന്നാ എന്റെ ഓർമ്മ. വാങ്ങിക്കുമ്പോ ബില്ല് കൊടുക്കാറില്ലേ? ആരെങ്കിലും ചോദിച്ചാൽ മാത്രമേ ബില്ല് കൊടുക്കാറുള്ളൂ. അപ്പോ ഈ 3 എണ്ണത്തിനും ബില്ല് കൊടുത്തിട്ടില്ല അല്ലേ? അതെ. ഏതു തരം പ്രതിമകളാണ് നിങ്ങൾ വാങ്ങിയത്? അത് ഭഗവാൻ ശ്രീകൃഷ്ണന്റേതായിരുന്നു സർ. റിയലി? പോൾ സി ഐസക് അത്ഭുതപ്പെട്ടു. അതിന്റെയൊക്കെ നിറം ഒന്ന് പറയാമോ? പ്ലാസ്റ്റർ ഓഫ് പാരീസിന് പുറത്ത് വർണ്ണ പെയിന്റ് അടിച്ചതായിരുന്നു സർ. മൈ ഗോഡ്! എന്താ സർ? ഒന്നുമില്ല, മോഷണം പോയ പ്രതിമ തേടി ഇറങ്ങിയതാണ്. പ്രതിയെ പിടിച്ചപ്പോഴാണ് പ്രതിമ വിറ്റ കാര്യം പറഞ്ഞത്. അപ്പോൾ വായിൽ തോന്നിയ കള്ളം തട്ടിവിട്ടു. ഈ പ്രതിമകൾ ആർക്കൊക്കെയാണ് കൊടുത്തതെന്ന് അറിയാമല്ലോ? വിശ്വനാഥൻ ഒരു നിമിഷം ആലോചിച്ചു. ഒരെണ്ണം വാങ്ങിയത് ഒരു ഫോറസ്റ്ററാണ്. പേര് അശോക് വർമ്മയെന്നോ മറ്റോ ആണ്. അശോക് വർമ്മ? അപ്പോൾ ആ പേര് മനസ്സിൽ ഉരുവിട്ടു. മറ്റൊരെണ്ണം വാങ്ങിയത് ഒരു ഡോക്ടറാണ്, മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റ്. ഓ, പേര് ഓർമ്മയില്ല. സ്ത്രീയോ പുരുഷനോ? സ്ത്രീയാണ്. മൂന്നാമത്തെ വാങ്ങിയ ആളുടെ പേര് ഓർമ്മയില്ല. 3 പ്രതിമകളും കൊണ്ടുവന്നത് ഒരാളാണോ? അതെനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല സർ. അല്ലെന്നാണ് എന്റെ ഓർമ്മ. അത് കൊണ്ടുവന്ന ആരെയെങ്കിലും ഇനി കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുമോ? സാധിക്കും. അവസാനമായി പ്രതിമ കൊണ്ടുവന്നവന്റെ വലതുകാലിന് മുടന്നുണ്ട്, നല്ല ഉയരവുമുണ്ട്. വിവരങ്ങൾ തന്നതിന് നന്ദി വിശ്വനാഥൻ. ഞാൻ ഇറങ്ങട്ടെ? സാറേ, എനിക്ക് കുഴപ്പമൊന്നും വരില്ലല്ലോ? ഇല്ലല്ലോ, പേടിക്കണ്ട. വരട്ടെ മോളെ. പോൾ പുറത്തേക്ക് ഇറങ്ങി. വിശ്വനാഥൻ എണീറ്റ് നോക്കുമ്പോൾ അയാളെ കണ്ടില്ല. ഇനി എന്തൊക്കെ പുലുവാലുണ്ടാവുമോ ഈശ്വരാ,
വിശ്വനാഥൻ കസാരയിലേക്ക് അമർന്നു. അന്നത്തെ ഷൂട്ടിംഗ് ബീച്ച് റിസോർട്ടിലായിരുന്നു. ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ഒരു മാരുതി ഓമ്നി വാൻ റോഡിനരികിൽ വന്നു നിന്നു. അതിൽ നിന്നും ഉയരം കുറഞ്ഞ തടിയനായ ഒരാൾ ഇറങ്ങി. ചുറ്റും നോക്കിയിട്ട് അയാൾ യൂണിറ്റ് അംഗങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് ചെന്നു. നളിൻകാന്ത് സാർ ഒരു പയ്യനോട് തിരക്കി. സാർ അകത്തുണ്ട്. അയാൾ അകത്തേക്ക് ചെന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന നളിൻകാന്ത് തല ഉയർത്തി നോക്കി. താൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നളിൻകാന്ത് ദേഷ്യപ്പെട്ടു. സാറിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. തടിയൻ തല ചൊറിഞ്ഞു. ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഫോൺ ഓഫ് ആയിരിക്കും. തന്നെ ഏൽപ്പിച്ച കാര്യം നടന്നോ? ഇല്ല സർ. പിന്നെ താൻ എന്ത് കാണാൻ എങ്ങോട്ട് വന്നത്? നളിൻകാന്ത് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. താൻ വാ, ഇവിടെ നിന്നാ ശരിയാവില്ല. നളിൻകാന്ത് അയാളെ കൂട്ടിക്കൊണ്ട് റിസോർട്ടിന് പിന്നിലെ പൂന്തോട്ടത്തിലേക്ക് പോയി. ഇരിക്കടോ. രണ്ടാളും കൽബെഞ്ചിലിരുന്നു. ഇനി പറയ്, എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല സർ. അവനെ സാൻവാലിയിൽ വെച്ച് തട്ടാനായിരുന്നു പരിപാടി. പക്ഷെ രക്ഷപ്പെട്ടു. ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത്? അയാളുടെ കൂടെ ഒരു സ്ത്രീ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കൃത്യം നടത്താൻ സാധിച്ചില്ല സർ. സ്ത്രീയോ? നളിൻകാന്തിന്റെ നെറ്റി ചുളിഞ്ഞു. അതെ സർ, ഞാൻ ഫോട്ടോ കാണിക്കാം. തടിയൻ മൊബൈൽ ഫോണിന്റെ പിക്ചർ ഗാലറി തുറന്നു. ഇതാ സർ. അയാൾ ഫോൺ നളിൻകാന്തിന് നീട്ടി. സ്റ്റെല്ലയും ലൂക്കാസും വെള്ളച്ചാട്ടത്തിനരികിൽ നിൽക്കുന്ന ചിത്രമായിരുന്നു അത്. ഇത് നല്ല പരിചയമുണ്ടല്ലോ. നളിൻകാന്ത് ആലോചിച്ചു നോക്കി. കിട്ടുപോയി, സ്റ്റെല്ല. അയാളുടെ കണ്ണുകൾ കുറുകി ചെറുതായി. ഒരു വെടിക്ക് രണ്ട് പക്ഷി. എടോ, ഇവളെ കൂടി കാലപിരിക്ക് അയക്കണം. എന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് പോയതാണ് പട്ടിച്ചി. നളിൻകാന്ത് പല്ലുകൾ ഇറുമി. പറഞ്ഞ തുകയിൽ 2 ലക്ഷം കൂടി കൂടുതൽ തന്നേക്കാം. എന്തു പറയുന്നു? സാറ് പറയുന്നത് പോലെ. എങ്കിൽ അധികം വൈകരുത്. വൈകിയാൽ അവർ രക്ഷപ്പെടും. ഇല്ല സർ, ഞാൻ അവരുടെ താമസ സ്ഥലം കണ്ടുപിടിച്ചു കഴിഞ്ഞു. വെരി ഗുഡ്. പിന്നെ മറ്റൊരു കാര്യം, കൂടെ കൂടെ എന്നെ കാണാൻ വരരുത്, മനസ്സിലായോ? ആയി സർ. എങ്കിൽ ആണ്ടവൻ പോയിക്കോ. ശേഷം കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. ശരി സർ. ആണ്ടവൻ എന്ന വാടക കൊലയാളി വാനിനടുത്തേക്ക് പോകുന്നത് കണ്ടുകൊണ്ടാണ് സുനിൽകുമാർ വന്നത്. എന്താ സർ, അവൻ പോയ കാര്യം സാധിച്ചോ? ഇതുവരെ ഇല്ല, പക്ഷെ മറ്റൊരു ഗുണം കൂടി ഉണ്ടായി. എന്താണ് സർ? നമ്മുടെ പഴയ സ്റ്റെല്ല ലൂക്കാസിന്റെ കൂടെ ഉണ്ട്. നളിൻകാന്ത് വികൃതമായി ചിരിച്ചു. എങ്കിൽ കാര്യങ്ങൾ എളുപ്പമായല്ലോ സർ. അതേടോ, പട്ടട തോണ്ട് ഞാൻ. നളിൻകാന്ത് ആരാണെന്ന് അവനൊന്നും അറിയില്ല. അയാൾ പുലി മുരളുന്ന പോലെ പറഞ്ഞു. ആണ്ടവനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ സർ? പറ്റും, 100%. നളിൻകാന്ത് ഒരു സിഗരറ്റ് കത്തിച്ച് ചുണ്ടുകൾക്കിടയിൽ തിരികി. സുനിതയ്ക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. പപ്പായും അമ്മയും ഉറങ്ങിയെന്ന് തോന്നുന്നു. അവൾ എണീറ്റിരുന്നു. പിന്നെ മൊബൈൽ ഫോൺ എടുത്ത് സമയം നോക്കി. 12 ആകാൻ 10 മിനിറ്റ് കൂടി ഉണ്ട്. പെട്ടെന്ന് വൈബ്രേറ്റർ മോഡിലിരുന്ന സെൽ മുരണ്ടു. അവൾ ഡിസ്പ്ലേ നോക്കി. അരുൺ. കോൾ ബട്ടൺ അമർത്തി. ഹലോ അരുൺ, അവൾ ആഹ്ലാദത്തോടെ വിളിച്ചു. നീ എവിടെ ആയിരുന്നടി ഒരാഴ്ച? ഞാൻ എത്ര തവണ ട്രൈ ചെയ്തെന്നറിയാമോ? എപ്പോ വിളിച്ചാലും സ്വിച്ച് ഓഫ്. ചൂടാവല്ലേ കൂട്ടാ, ഞാൻ പറഞ്ഞിരുന്നല്ലേ പപ്പായുടെ കൂടെ കാട്ടിലേക്ക് പോകുന്ന കാര്യം. അവിടെ മൊബൈൽ ഫോണിന് റേഞ്ച് ഇല്ലായിരുന്നു. ലാൻഡ് ഫോണിൽ വിളിച്ചുകൂടായിരുന്നോ നിനക്ക്? മമ്മി എപ്പോഴും കൂടെ കാണും, പിന്നെ ഞാൻ എങ്ങനെ വിളിക്കും? എന്തിനേതിനും നിനക്ക് എക്സ്ക്യൂസ് ഉണ്ട്. നിന്റെ ശബ്ദം പോലും കേൾക്കാതെ ഞാൻ എത്ര വിഷമിച്ചെന്നറിയാമോ? സോറിടാ, എനിക്കും ഇല്ലേ വിഷമം. നമുക്ക് നാളെ നേരി കാണാമല്ലോ. എപ്പോ കാണും? നീ എന്ത് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങും? ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞു വരാം മോനെ. ഞാൻ രാവിലെ വിളിക്കാം. ഓക്കെ, ബായ്. അരുണിന്റെ കോൾ കട്ടായതും അവൾ ഫോൺ മേശപ്പുറത്തേക്ക് ഇട്ടു. അരുണും താനുമായുള്ള ബന്ധം സുഷമയ്ക്ക് മാത്രമേ അറിയൂ. അവളോട് മമ്മിയോട് പോലും പറയരുതെന്ന് താക്കീത് ചെയ്തിട്ടുണ്ട്. അരുണിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് സുനിത കിടന്നു. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ വെക്കേഷൻ കഴിഞ്ഞ് കോളേജ് തുറക്കും. പിന്നെ ഹോസ്റ്റൽ ജീവിതം. അരുണിനെ എന്നും കാണാം. ആ സമയത്ത് അശോക് വർമ്മയുടെ വീടിന്റെ ഗേറ്റ് ഒരു കറുത്ത രൂപം ചാടിക്കടന്നു. കറുത്ത ഷർട്ടും പാന്റുമായിരുന്നു വേഷം. കണ്ണു മാത്രം കാണത്തക്ക രീതിയിൽ മുഖം കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടിയിരുന്നു. ശബ്ദം കേൾപ്പിക്കാതെ അയാൾ വീടിന്റെ മുന്നിലെത്തി. പോക്കറ്റിൽ നിന്ന് ഒരു താക്കോൽ കൂട്ടം പുറത്തെടുത്ത് സിറ്റ് ഔട്ടിലേക്ക് കയറി വാതിലിന്റെ താക്കോൽ പഴുതിലൂടെ തിരിച്ചു. കുറച്ചു നേരത്തെ ശ്രമത്തിന് ശേഷം പൂട്ട് തുറന്നു. ശബ്ദമുണ്ടാക്കാതെ വാതിൽ പതുക്കെ തുറന്ന് അകത്തു കയറി. പിന്നെ പോക്കറ്റിൽ നിന്ന് പെൻ ടോർച്ച് എടുത്ത് കാൽച്ചൂട്ടിലേക്ക് മിന്നിച്ചുകൊണ്ട് മുമ്പോട്ട് നടന്നു. അയാളുടെ ലക്ഷ്യം സ്വീകരണ മുറിയായിരുന്നു. ടോർച്ചിന്റെ വെളിച്ചത്തിൽ സ്വീകരണ മുറിയിലെ ഷോക്കേസിനുള്ളിലിരിക്കുന്ന ഭഗവാന്റെ വിഗ്രഹം കണ്ടതും അയാളുടെ മുഖം വിടർന്നു.
താൻ തേടി വന്നത് കണ്ടെത്തിയിരിക്കുന്നു. അയാൾ ഷോക്കേസിന്റെ ഗ്ലാസ് നീക്കി വിഗ്രഹം കയ്യിലെടുത്തു. പറഞ്ഞ അടയാളങ്ങളെല്ലാം ശരിയാണ്. നല്ല കനവുമുണ്ട്. ഇത് തന്നെയാവും ഡിസിൽവയും കാർലോസും തേടുന്ന സ്വർണ്ണ വിഗ്രഹം. അയാളുടെ ചുണ്ടിലേക്ക് ഒരു പുഞ്ചിരി പാറി വീണു. തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ കാല എന്തിലോ തട്ടി വീഴാൻ പോയി വിഗ്രഹം കയ്യിൽ നിന്ന് താഴെ വീണു. രാത്രിയുടെ നിശബ്ദതയെ വഞ്ചിച്ചുകൊണ്ട് വലിയൊരു ശബ്ദമുയർന്നു. തുലച്ചു. ആരോടൊന്നില്ലാതെ മന്ത്രിച്ചുകൊണ്ട് അയാൾ കുനിഞ്ഞ് വിഗ്രഹം എടുത്തു. പിന്നെ ധൃതിയിൽ വാതിലിലേക്ക് കുതിച്ചു. നിലത്ത് എന്തോ വീഴുന്ന ശബ്ദം കേട്ട് അശോക് വർമ്മ ഞെട്ടി ഉണർന്നു. പിന്നെ മുറിയിലെ ലൈറ്റിട്ട ശേഷം വാതിൽ തുറന്ന് സ്വീകരണ മുറിയിലേക്ക് ഇറങ്ങി. അടുത്ത നിമിഷം ഒരാൾ പുറത്തേക്ക് ചാടുന്നത് കണ്ട് വർമ്മ സിറ്റൗട്ടിലുള്ള ലൈറ്റ് ഇട്ടു. മുഖംമൂടി ധരിച്ച ഒരുത്തൻ ഓടുന്നത് കണ്ട് വർമ്മ പിന്നാലെ ചെന്നു. അവൻ പെട്ടെന്ന് നിന്നു. കയ്യിലിരുന്ന വിഗ്രഹം കൊണ്ട് വർമ്മയുടെ തലയിൽ ആഞ്ഞടിച്ചു. ഇരുളിനെ നടുക്കുന്ന മുഖംമൂടി ഇരുളിൽ മറഞ്ഞു. നിലവിളി കേട്ട് ശ്രീലത ഞെട്ടി ഉണർന്നു. വീട്ടിനുള്ളിലെ ലൈറ്റുകൾ തെളിഞ്ഞു. സമയം 10 മണി കഴിഞ്ഞു. ഒരു പോലീസ് ജീപ്പ് സിറ്റി ഹോസ്പിറ്റലിലേക്ക് കയറി വന്നു. CA ജയശങ്കർ ജീപ്പിൽ നിന്നിറങ്ങി വാർഡിലേക്ക് കയറി. അവിടെ ഫോറസ്റ്റർ അശോക് വർമ്മയെ അഡ്മിറ്റ് ചെയ്തിരുന്നു. തലക്കേറ്റ മുറിവിന് 8 സ്റ്റിച്ച് ഇടേണ്ടി വന്നു. ഭാഗ്യം കൊണ്ട് തലച്ചോറിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ശ്രീലതയും കുട്ടികളും വർമ്മയ്ക്ക് അടുത്തുണ്ടായിരുന്നു. ജയശങ്കറിനെ കണ്ട് അവർ എണീറ്റു. വർമ്മ, എങ്ങനെയുണ്ടോ? നല്ല വേദനയുണ്ട്. സാരമില്ല, കണ്ണിൽ കൊള്ളേണ്ടത് പുരുകത്തിൽ കൊണ്ടെന്ന് പറഞ്ഞാൽ മതി. വീട്ടിൽ നിന്ന് ഒന്നും മോഷണം പോയിട്ടില്ലെന്ന് ഉറപ്പാണോ? അതെ സർ, പണമോ ആഭരണമോ ഒന്നും പോയിട്ടില്ല. ഷോക്കേസിലിരുന്ന കൃഷ്ണഭഗവാന്റെ വിഗ്രഹം കാണാനില്ല, ശ്രീലത പറഞ്ഞു. ആ വിഗ്രഹം തേടിയാണ് അവൻ വന്നത്. ആരാണ് സർ? ഒരു പിടി കണ്ടങ്ങളിൽ നിന്ന് ചോദ്യമുയർന്നു. ആളെ നിങ്ങൾ അറിയും? കാർലോസ്. ക്യാപ്പൂരി മടിയിൽ വെച്ചുകൊണ്ട് ജയശങ്കർ പറഞ്ഞു. ഏ? അത് കേട്ട് അശോക് വർമ്മ ഞെട്ടിപ്പോയി. അപ്പോ അവൻ എന്നോടുള്ള പ്രതികാരം ഇതുവരെ തീർന്നിട്ടില്ലേ? എന്റെ മക്കളെ അവൻ കൊല്ലാൻ നോക്കി. വർമ്മയുടെ വാക്കുകൾ തൊണ്ടയിൽ തടഞ്ഞു. പേടിക്കേണ്ട വർമ്മ, ഇത് പ്രതികാരത്തിന്റെ ഭാഗമല്ല. ജയശങ്കർ പുഞ്ചിരിച്ചു. പിന്നെ എന്താ സാറേ? മറുപടി പറഞ്ഞത് ശ്രീലതയായിരുന്നു. 100 കോടി വിലമതിക്കുന്ന ഒരു വിഗ്രഹം തേടിയാണ് കാർലോസ് നടക്കുന്നത്. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. വർമ്മ CAയെ നോക്കി. ഞാൻ പറയാം. ജയശങ്കർ അതുവരെ ഉണ്ടായത് വർമ്മയെ പറഞ്ഞു കേൾപ്പിച്ചു. ഓഹോ, കാര്യങ്ങൾ അങ്ങനെയാണല്ലേ. ഈ ഡിസിൽവയെ എനിക്കറിയാം. അന്ന് കാർലോസിനെ പിടികൂടിയപ്പോ കഞ്ചാവ് തോട്ടത്തിന്റെ ഉടമ ഡിസിൽവയാണെന്നാണ് അവൻ പറഞ്ഞത്. വർമ്മയുടെ ഊഹം ശരിയാണ്. ഡിസിൽവ ആള് മാന്യൊന്നുമല്ല. ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ് അയാൾ. കസ്റ്റഡിയിൽ എടുക്കാൻ തക്ക തെളിവുകളൊന്നും അയാളുടെ പേരിൽ ഇല്ല. അവൻ എപ്പോഴും കള്ളത്തിന് പുറത്താണ്. കളിക്കുന്നത് മറ്റു പലരും. അവന് കള്ളക്കടത്തിന് ബിസിനസ് ഉണ്ട്. കാർലോസിനെ പോലുള്ള ആളുകളാണ് അവന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഹോങ്കോങ്ങിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നുമാണ് സാധനങ്ങൾ വരുന്നത്. അങ്ങനെ ഒരു ഡീൽ നടക്കുമ്പോഴാണ് കാർലോസ് പിടിയിലാകുന്നത്. അന്ന് അയാൾ പുഷ്പം പോലെ ഊരിപ്പോന്നു. എന്നാ കഞ്ചാവ് കേസിൽ വീണ്ടും അകത്തായി. ഈ സ്വർണ്ണ വിഗ്രഹം ഇപ്പോൾ എവിടെയുണ്ട് സർ? ശ്രീലത ചോദിച്ചു. അതറിയില്ല. അത് തേടി പേ പിടിച്ച നായെ പോലെ നടക്കുകയാണ് ഡിസിൽവ, കൂടെ കാർലോസും അനുചരന്മാരും. ഞാൻ പ്രതിമകൾ വിൽക്കുന്ന കടയിൽ നിന്ന് വാങ്ങിയ വിഗ്രഹം എങ്ങനെ നഷ്ടപ്പെട്ട സ്വർണ്ണ വിഗ്രഹമാവും ജയ? ഞാൻ പറഞ്ഞല്ലോ വർമ്മ, കുഴിച്ചിട്ട സ്ഥലത്ത് നിന്നും ആർക്കോ വിഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതിന്റെ വിലയെക്കുറിച്ച് അറിയാതെ അത് പ്രതിമ വിൽക്കുന്ന കടയിൽ കൊടുത്തിട്ടുണ്ടാകുമെന്ന് കാർലോസ് കരുതുന്നു. അപ്പോ കടയിൽ നിന്ന് ആ പ്രതിമ ആരെങ്കിലും വാങ്ങി ഷോക്കേസിൽ വെച്ചിട്ടുണ്ടാകുമെന്നും അവൻ പ്രതീക്ഷിക്കുന്നു. കടയുടെ മേൽ നിന്നും പ്രതിമ വാങ്ങിയവരുടെ പേരുകൾ അവർ മനസ്സിലാക്കി കാണും അല്ലെ? എക്സാക്ട്ലി എന്ന് വേണം കരുതാൻ. എങ്കിൽ ഇനി കൃഷ്ണഭഗവാന് രക്ഷയില്ല അല്ലോടോ? വർമ്മ ചിരിച്ചു. പക്ഷേ ഞാനൊരു സംശയം പറയട്ടെ ജയ? CA വർമ്മയുടെ മുഖത്തേക്ക് നോക്കി. യഥാർത്ഥ വിഗ്രഹം കിട്ടിയവൻ അതിന്റെ രഹസ്യം മനസ്സിലാക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ അത് വിറ്റ് പണമാക്കിയിട്ടുണ്ടെങ്കിൽ, കാർലോസിന്റെയും ഡിസലുടെയും പ്രയത്നം വെറുതെയാകും. ഇതൊക്കെ ഒരു ഊഹത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഏതായാലും താൻ സൂക്ഷിക്കണം. പ്രതിമ തേടി നടക്കുന്ന കാർലോസ് ചിലപ്പോൾ തന്നെയും തേടി വന്നുകൂടുന്നില്ല. എന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയ പ്രതിമ യഥാർത്ഥ പ്രതിമ ആയിരിക്കുമോടോ? താൻ പേടിക്കണ്ടോടോ വർമ്മ. അത് തന്റെ ഗാർഡനിൽ തല്ലി പൊട്ടിച്ചിട്ടുണ്ട്. ഒരു സാധാ പ്രതിമ. ഇപ്പോഴാ എനിക്ക് ആശ്വാസമായത്. വർമ്മ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഇറങ്ങട്ടെ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, സൂക്ഷിക്കണം. വർമ്മ തലയിളക്കി. ക്യാപ്പെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ജയശങ്കർ എണീറ്റു. ഡിസിൽവ ആളൊരു ഭയങ്കരൻ തന്നെ. CA പോയതും
ശ്രീലത പറഞ്ഞു. കാടിനുള്ളിൽ അയാളെ സഹായിക്കാൻ ആളുകളുണ്ടല്ലേ? ആരാണ് അശോകേട്ട? റേഞ്ചർ റോബർട്ട്. അയാൾ ഡിസിൽവയുടെ അളിയനാണ്, ഭാര്യയുടെ സഹോദരൻ. ശ്രീലതയ്ക്ക് അതൊരു പുതിയ അറിവായിരുന്നു. അവൾ ഒന്നും മിണ്ടിയില്ല. 4 ദിവസങ്ങൾക്ക് ശേഷം അശോക് വർമ്മയെ ഡിസ്ചാർജ് ചെയ്തു. പോർച്ചിൽ ഒരു കാർ വന്ന് നിൽക്കുന്നത് ആദ്യം കണ്ടത് റീനയാണ്. മമ്മി, ആരോ വരുന്നുണ്ട്, റീന ഓടി വന്ന് പറഞ്ഞു. ശ്രീലത സിറ്റൗട്ടിലേക്ക് വന്നു. അപ്പോൾ കാറിന്റെ ഡോർ തുറന്നിറങ്ങിയ ആളെ കണ്ട് അവൾ ഞെട്ടിപ്പോയി. റോബർട്ട്. അയാൾ സിറ്റൗട്ടിലേക്ക് കയറി. വർമ്മ സാറിന് എങ്ങനെയുണ്ട്? മുൻപരിചയം ഭാവിക്കാതെ തിരക്കി. കുറവുണ്ട്, വരൂ. ശ്രീലതയ്ക്ക് പിന്നാലെ റോബർട്ട് അകത്തേക്ക് ചെന്നു. ഹലോ റോബർട്ട്, ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്തതല്ലേ സാറേ നടക്കുന്നത്? റോബർട്ട് ചിരിച്ചു. ഇരിക്കൂ, വർമ്മ പറഞ്ഞു. കിടക്കിക്ക് സമീപമുള്ള സെറ്റിയിൽ റോബർട്ട് ഇരുന്നു. ഹോസ്പിറ്റലിൽ നിന്നും ഇന്നലെ ഡിസ്ചാർജ് ആയി അല്ലേ? ഞാൻ പോയിരുന്നു. അതെ, സ്റ്റിച്ചിട്ട ഭാഗത്ത് വേദനയുണ്ട്. അധികം സ്ട്രെയിൻ എടുക്കരുതെന്നാണ് പറഞ്ഞത്. അപ്പോ കാർലോസ് സാറിന്റെ പിന്നാലെ തന്നെ ഉണ്ട് അല്ലേ? അതെ, പക്ഷേ ഇത് അതിന്റെ ഒന്നും ബാക്കിയല്ല റോബർട്ട്. പിന്നെ? അത് പറഞ്ഞ ഒരു കഥയാ. പക്ഷേ അതിലെ നായകനെ താൻ അറിയും. തന്റെ ബന്ധുവാണ്. എന്റെ ബന്ധുവോ? റോബർട്ട് കണ്ണുമിഴിച്ചു. അതെ, തന്റെ അളിയൻ ഡിസിൽവ. വർമ്മ കഥകളൊക്കെ റോബർട്ടിനോട് പറഞ്ഞു. അത് കേട്ട് റോബർട്ട് കുറച്ചു നേരം മിണ്ടാതിരുന്നു. ഞാൻ തന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. സാർ എന്നെ തെറ്റിദ്ധരിക്കേണ്ട. അളിയന്റെ ഈ വക പ്രവൃത്തികളോട് പണ്ട് എനിക്ക് എതിർപ്പാണ്. അതിന്റെ പേരിൽ ആ വീടിന്റെ പടി ചവിട്ടിയിട്ട് 3 വർഷമായി. വല്ലപ്പോഴും പെങ്ങൾ സെലീനെ വിളിക്കും, അത്രമാത്രം. അവരുടെ സംസാരം അകത്തു നിന്നും ശ്രീലത കേൾക്കുന്നുണ്ടായിരുന്നു. റോബർട്ട് ഒരിക്കലും ഡിസിൽവയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ലെന്ന് അവൾ നേരത്തെ ഊഹിച്ചിരുന്നു. കാരണം അയാളെ അവളെപ്പോലെ ആർക്കും അടുത്തറിയില്ലല്ലോ. ലതേ, ചായ എടുക്ക്, വർമ്മ വിളിച്ചു പറഞ്ഞു. വേണ്ട സർ, ഞാനും ഒരു സുഹൃത്തും കൂടി ചായ കഴിച്ചിട്ട് 10 മിനിറ്റ് ആയതേ ഉള്ളൂ. സാരമില്ലടാ, ആദ്യമായി താൻ എന്റെ വീട്ടിൽ വന്നതല്ലേ. കുട്ടികളൊക്കെ? ഒരാൾ ഇവിടെ ഉണ്ട്, ബാക്കിയുള്ളവർ കോളേജിൽ പോയി. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങി. ചായ, ലത പറഞ്ഞു. വാടോ. വർമ്മ അയാളെ ഡൈനിങ് ഹാളിലേക്ക് ക്ഷണിച്ചു. ലത ചായയും പലഹാരങ്ങളും നിരത്തി. കഴിക്കടോ, യാതൊരു ഫോർമാലിറ്റീസും വേണ്ട, വർമ്മ പറഞ്ഞു. പോകാൻ ഇറങ്ങുമ്പോൾ ലത സിറ്റൗട്ടിലേക്ക് വന്നു. പുറത്ത് നല്ല മഴയായിരുന്നു. ലതേ, നീ റോബർട്ടിന് കുട പിടിച്ചു കൊടുക്ക്, വർമ്മ പറഞ്ഞു. അവൾ ഒന്ന് ശങ്കിച്ചു. പിന്നെ കുട നിവർത്തി. ഒരു കുടക്കീഴിൽ 2 പേരും മുറ്റത്തേക്ക് ഇറങ്ങി. ഇതുപോലൊരു ദിവസം ലത ഓർക്കുന്നുണ്ടോ? ഓർക്കാപ്പുറത്ത് റോബർട്ട് ചോദിച്ചത് കേട്ട് ശ്രീലത ഞെട്ടിപ്പോയി. അയാൾ കാറിന്റെ ഡോർ തുറന്നു. ഞാൻ മുമ്പ് ചോദിച്ചത് വീണ്ടും ചോദിക്കുന്നു. എന്റെ കുഞ്ഞെവിടെ? ലത വീണ്ടും ഞെട്ടി. കുഞ്ഞ് കുഞ്ഞ് മരിച്ചുപോയി. ഇരമ്പി അറക്കുന്ന മഴയിൽ അവൾ പറഞ്ഞത് അയാൾ കേട്ടില്ല. കോരി ചൊരിയുന്ന മഴയിലൂടെ കാർ ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങുന്നത് ഒരു പ്രതിമ കണക്കെ ശ്രീലത നോക്കി നിന്നു. രാത്രി. ശക്തമായ കാറ്റും മഴയും. കറണ്ടും പോയി. വിശ്വനാഥൻ മെഴുകുതിരി കത്തിച്ചു വെച്ചു. നഗരത്തിൽ നിന്നും ആളുകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ മഴക്കോട്ടിട്ടുകൊണ്ട് ഒരു അപരിചിതൻ കടയിലേക്ക് വന്നു. ഇവിടെ പ്രതിമകൾ വിൽക്കുന്ന കട ഇത് മാത്രമല്ലേ ഉള്ളൂ? തലയിലെ ഹാറ്റ് പിന്നിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. അതെ. വിശ്വനാഥൻ സംശയത്തോടെ അയാളെ നോക്കി. എനിക്കൊരു പ്രതിമ വേണം, ആഗതം പറഞ്ഞു. ഞാൻ കട പൂട്ടാൻ പോവുകയാണ്, നാളെ വരൂ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് വേണ്ടത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിഗ്രഹമാണ്. മുഖത്തേക്ക് ഒലിച്ചിറങ്ങിയ ജലഗണങ്ങൾ വടിച്ചെറിഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു. കൃഷ്ണ വിഗ്രഹമോ? അതെ. എന്താ, ഇവിടെ ഇല്ലേ? ഇല്ല, ഉണ്ടായിരുന്ന 3 എണ്ണം ഇന്നലെ ഒരാൾ വാങ്ങിക്കൊണ്ടുപോയി. ആരാണ് അയാൾ? പേരെനിക്കറിയില്ല. അതിനു മുമ്പ് നിങ്ങളുടെ അടുത്തു നിന്ന് ആരൊക്കെ പ്രതിമകൾ വാങ്ങിയിട്ടുണ്ട്? നിങ്ങൾ പോലീസാണോ? കടയുടമ മറുചോദ്യം ചോദിച്ചു. അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചത്? ആഗതന്റെ നെറ്റി ചുളിഞ്ഞു. കുറച്ചു ദിവസം മുമ്പ് ക്രൈംബ്രാഞ്ചിൽ ഒരു സാറ് വന്ന് ഇവിടുന്ന് കൊടുത്തതും വാങ്ങിയതുമായ പ്രതിമകളെ കുറിച്ച് തിരക്കിയിരുന്നു. അതും ഭഗവാന്റെ വിഗ്രഹങ്ങളായിരുന്നു. ഓഹോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? എന്നിട്ട് നിങ്ങൾ എന്തു പറഞ്ഞു? ഞാൻ കണക്കുകളൊക്കെ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. താൻ കൂടുതൽ നേരം ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് അയാൾക്ക് തോന്നി. വരട്ടെ. അയാൾ പുറത്തെ നരച്ച ഇരുട്ടിലേക്ക് ഇറങ്ങി അപ്രത്യക്ഷമായി. ഡിസിൽവ ടിവിയിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് സെൽഫോൺ ശബ്ദിച്ചു.
ഒരു ലോക്കൽ നമ്പർ തെളിഞ്ഞു. ഹലോ മുതലാളി, ഇത് ഞാനാ, കാർലോസ്. കാർലോസോ, നീ എവിടെയാടാ? പട്ടണത്തിലുണ്ട് മുതലാളി. ഞാൻ നമ്മുടെ വിഗ്രഹം അന്വേഷിച്ച് നടക്കുകയാണ്. എന്നിട്ട് ആശയ്ക്ക് വകയുണ്ടോടാ? മുതലാളി, ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നുണ്ടെന്നാ കേട്ടത്. പോലീസ് പ്രതിമ അന്വേഷിച്ച് കടയിൽ ചെന്നിരുന്നുവെന്ന് കടയുടമ പറഞ്ഞു. നേരാണോ നീ പറഞ്ഞത്? ഡിസിൽവ അമ്പരന്ന് പോയി. സന്ധ്യ കഴിഞ്ഞപ്പോൾ തുടങ്ങിയ മഴയാണ്. ശക്തമായ കാറ്റും ഇടിയും മിന്നലുമുണ്ട്. കാലവശമാണ്. അതാണ് മഴയ്ക്ക് ഇത്ര രൗദ്രഭാവം. പുറത്തേക്ക് നോക്കിക്കൊണ്ട് ജോൺ ലൂക്കാസ് പറഞ്ഞു. സ്റ്റെല്ല കാറ്റിലടിച്ച് ശബ്ദമുണ്ടാക്കുന്ന ജനാലപ്പാളികൾ അടച്ച് കൊളുത്തിട്ടു. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയാലും ആ തടിയൻ പിന്നാലെ ഉണ്ടല്ലോ ലൂക്കോസ്. അയാൾക്ക് സമീപമുള്ള കസേരയിൽ ഇരുന്നു കൊണ്ട് സ്റ്റെല്ല പറഞ്ഞു. സംശയിക്കാനൊന്നുമില്ല, അവന് വേണ്ടത് എന്റെ ജീവൻ തന്നെയാണ്. വലിച്ചു തീർത്ത സിഗരറ്റ് തൊണ്ട് നിലത്തിട്ട് ചവിട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു. പക്ഷെ അയാൾ... സ്റ്റെല്ല സംശയത്തോടെ നോക്കി. അവൻ നളിൻകാന്ത് അയച്ച വാടക കൊലയാളിയാണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. എന്നെ കൊല്ലാൻ അവൻ അച്ചാരം വാങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പാ. ശരിയാണ്, ഇന്നലെ റെസ്റ്റോറന്റിലും അവന്റെ നിഴൽ കണ്ടു. ഒരുപക്ഷെ നമ്മുടെ നീക്കങ്ങൾ അറിയാൻ നളിൻകാന്ത് അയച്ചതാവും അവനെ. നമ്മൾ സൂക്ഷിക്കണം സ്റ്റെല്ല. ഈ താവളത്തെക്കുറിച്ച് നളിൻകാന്ത് അറിഞ്ഞിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇതെല്ലാം. ഇനി എന്തു ചെയ്യും? ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് അപ്രതീക്ഷിതമായി അങ്ങോട്ട് ആഞ്ഞടിക്കണം. അതോടെ അവന്റെ ധൈര്യമെല്ലാം ചോർന്നു പോകും. ആലോചനയോടെ ലൂക്കാസ് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ വഴിയുണ്ട് സ്റ്റെല്ല. അവന്റെ ചുണ്ടിലേക്കൊരു പുഞ്ചിരി പാറി വന്നു. രാത്രി കനത്തു. കറണ്ട് വന്നിരുന്നില്ല. മഴയ്ക്ക് നേരിയൊരു ശമനമുണ്ട്, അത്രമാത്രം. സ്റ്റെല്ല എമർജൻസി ലൈറ്റ് കത്തിച്ച് മേശപ്പുറത്ത് വെച്ചു. ആ സമയം വീടിന്റെ പിന്നിലെ പൈപ്പ് ലൈൻ വഴി ഒരു കറുത്ത രൂപം ഉള്ളിലേക്ക് കയറി. നിമിഷങ്ങൾക്കുള്ളിൽ അത് ടെറസിലെത്തി. പിന്നെ അകത്തേക്ക് ഇറങ്ങാനുള്ള വാതിലിന്റെ പൂട്ട് കുത്തി തുറന്നു. സമയം കടന്നുപോയി. സ്റ്റെല്ലയും ലൂക്കോസും ലൈറ്റ് അണിച്ച് ഉറങ്ങാൻ കിടന്നു. അടുത്ത ദിവസം ചെയ്യേണ്ട പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് കിടന്നതുകൊണ്ട് ഉറക്കം വന്നില്ല. പെട്ടെന്ന് എന്തോ തട്ടിമറയുന്നത് പോലെ ശബ്ദം കേട്ടു. സ്റ്റെല്ല, അയാൾ ഉറക്കെ വിളിച്ചു. പക്ഷെ മറുപടി ഉണ്ടായില്ല. ആരാ അത്? തലയണയ്ക്കിടയിൽ നിന്നും തോക്കെടുത്തുകൊണ്ട് ലൂക്കാസ് ചാടി എണീറ്റു. എമർജൻസി ലൈറ്റ് എടുക്കാൻ ഡൈനിങ് ഹാളിലേക്ക് ചെന്ന ലൂക്കാസിന്റെ കൈക്ക് ശക്തമായ അടിയേറ്റു. തോക്ക് തെറിച്ചുപോയി. അടുത്ത നിമിഷം അടിവയറ്റിലേക്ക് ഒരു തൊഴി കിട്ടി. അമ്മേ! നിലവിളിച്ചുകൊണ്ട് ലൂക്കാസ് തറയിലേക്ക് വീണു. പെട്ടെന്ന് കറണ്ട് വന്നു. മുറിയിലെ പ്രകാശത്തിൽ മുന്നിൽ നിൽക്കുന്ന മുഖംമൂടിയെ ലൂക്കാസ് കണ്ടു. തങ്ങളെ പിന്തുടരുന്ന തടയനാണെന്ന് ശരീരവലിപ്പത്തിൽ നിന്നും ലൂക്കോസ് ഊഹിച്ചു. ആരാടാ നീ? ലൂക്കാസ് ചാടി എണീറ്റു. അനങ്ങരുത്! മുഖംമൂടിയുടെ കയ്യിൽ തോക്ക് കണ്ട് ലൂക്കാസ് ഞെട്ടി. താൻ നിരായുധനാണെന്ന ചിന്ത അയാളുടെ ധൈര്യത്തെ ചോർത്തിക്കളഞ്ഞു. സ്റ്റെല്ല! ലൂക്കാസ് ഉറക്കെ വിളിച്ചു. മുഖംമൂടിയുടെ കൈ തോക്കിന്റെ ട്രിഗറിൽ അമർന്നു. വേണ്ട, അരുത്! നിനക്ക് രക്ഷയില്ലേ ലൂക്കാസ്? അയാൾ വികൃതമായി ചിരിച്ചു. നീ നീ ആരാണ്? എന്തിനാണ് എന്നെ കൊല്ലുന്നത്? നിന്റെ ചോദ്യം ന്യായമാണ് ലൂക്കാസ്, പക്ഷേ പറയാൻ മനസ്സില്ല. എങ്കിലും നീ ഓർത്തു വെച്ചോ, എന്നെ അയച്ചത് നളിൻകാന്താണ്, ഡയറക്ടർ നളിൻകാന്ത്. നിന്റെ ജീവന്റെ വില ഞാൻ കൈപ്പറ്റി കഴിഞ്ഞു. ഗുഡ് ബൈ. മുഖംമൂടിയുടെ കൈ ട്രിഗറിൽ അമർന്നു. ലൂക്കാസ്! നിലവിളിച്ചുകൊണ്ട് പാഞ്ഞു വന്ന സ്റ്റെല്ലയുടെ വയറ്റിൽ ബുള്ളറ്റ് തറഞ്ഞു കയറി. അമ്മേ! അവൾ നിലവിളിച്ചുകൊണ്ട് തറയിലേക്ക് വീണു. തീയിൽ വീണ പുഴുവിനെ പോലെ പൊളഞ്ഞുകൊണ്ട് നിശ്ചലയായി. സ്റ്റെല്ല! ലൂക്കാസിന്റെ നിയന്ത്രണം വിട്ടുപോയി. അയാൾ തെറിച്ചുപോയ തന്റെ തോക്കിനു വേണ്ടി തറയിൽ പരതി. അടുത്ത നിമിഷം മുഖംമൂടി വീണ്ടും കാഞ്ചി വലിച്ചു. ലൂക്കാസിന്റെ ഇടതുമാറിലൂടെ ബുള്ളറ്റ് കടന്നുപോയി. ഒരു ഞരങ്ങളോടെ തറയിലേക്ക് വീണ് ആ ശരീരം ചലനമറ്റു. മുഖംമൂടി തലമൂടിയിരുന്ന ആവരണം അഴിച്ചു മാറ്റി. പിന്നെ രണ്ടുപേരും മരിച്ചെന്ന് ഉറപ്പുവരുത്തി. സർ, ആണ്ടവനാണ്. അവൻ സെൽഫോൺ എടുത്ത് നളിൻകാന്തിനെ വിളിച്ചു. എന്താ? നളിൻകാന്തിന്റെ ശബ്ദം ഒഴുകി വന്നു. കളി തീർന്നു സർ. രണ്ടുപേരെയും പരലോകത്തേക്ക് വിട്ടു. വെരി ഗുഡ്. രാത്രി തന്നെ ഹോട്ടലിലേക്ക് വന്ന് നിന്റെ ബാക്കി പേയ്മെന്റ് സെറ്റിൽ ചെയ്തോ? താങ്ക് യു സർ. ആണ്ടവൻ സെൽ ഓഫ് ആക്കി. അപ്പോൾ പുറത്ത് ഹുങ്കാര ശബ്ദത്തോടെ ഒരു കാറ്റ് ആഞ്ഞടിക്കാൻ തുടങ്ങി. ജനാല ചില്ലകൾ ആടിയുലഞ്ഞ് ശബ്ദമുണ്ടാക്കി. ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നത് പോലെ. ആണ്ടവൻ പരിഭ്രമത്തോടെ പുറത്തേക്ക് നോക്കി. അടച്ചിട്ടിരുന്ന ജനാല ചില്ലുകൾ വെടിവെച്ച് തകർന്നതുപോലെ വെടിഞ്ഞു കീറി. ആണ്ടവൻ ഞെട്ടി പിന്നോട്ട് ചാടി.
മുറിക്കുള്ളിൽ കാറ്റ് വട്ടം കറങ്ങി, പൊടിപടലങ്ങൾ നിറഞ്ഞു. പെട്ടെന്ന് കറണ്ടും പോയി. നിമിഷങ്ങൾ, നിമിഷങ്ങൾ, എല്ലാം ശാന്തമായി. തൊട്ടു മുന്നിൽ ആരോ ശ്വാസം കഴിക്കുന്ന ശബ്ദം ആണ്ടവൻ കേട്ടു. ആരാണത്? അവൻ തോക്കിൽ പിടിമുറുക്കി. അനക്കമില്ല. വീണ്ടും ആ ശബ്ദം. ചോദിച്ചത് കേട്ടില്ലേ? ആണ്ടവൻ തോക്കെടുത്ത് ഇരുളിലേക്ക് ചൂണ്ടി. അപ്പോൾ കറണ്ട് വന്നു. ഏ? ഷോക്ക് അടിച്ചതുപോലെ ആണ്ടവൻ ഞെട്ടിപ്പോയി. മുന്നിൽ അവൾ. സ്റ്റെല്ല. നീ നീ ചത്തില്ലേടി നായെ! കലിപ്പോടെ ആണ്ടവൻ തുരുതുരെ നിറയൊഴിച്ചു. പുറത്ത് ഇടിയും മിന്നലും ഉണ്ടായിരുന്നതുകൊണ്ട് വെടിശബ്ദം ആരും കേട്ടില്ല. സ്റ്റെല്ല പൊട്ടിച്ചിരിക്കുന്നത് കണ്ട് ആണ്ടവൻ പേടിച്ചുപോയി. ഒറ്റ ബുള്ളറ്റ് പോലും അവളുടെ ശരീരത്തിലേറ്റില്ലെന്ന് ആണ്ടവന് മനസ്സിലായി. നീ പ്രേതമാണോടി? അതേടാ, ഞാൻ പ്രേതമാ. നിന്നെപ്പോലെയുള്ള മൃഗങ്ങളുടെ ജീവൻ എടുക്കാൻ വന്ന പുതിയ അവതാരം. സ്റ്റെല്ലയുടെ കണ്ണുകൾ ചോരക്കട്ട പോലെ ചുവന്നു. മുഖം പൈശാചികമായി മാറി. മുടികൾ കാറ്റിൽ അന്തരീക്ഷത്തിലേക്ക് പറന്നുകൊണ്ടിരുന്നു. അയ്യോ! ആണ്ടവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ കാൽ ചെളിയിൽ ഉറച്ചതുപോലെയായിരുന്നു അവന്റെ അവസ്ഥ. നിനക്ക് രക്ഷയില്ലടാ. സ്റ്റെല്ലയുടെ കൈ അവന്റെ കഴുത്തിൽ മുറുകി. ഒരിറ്റു ശ്വാസത്തിനായി ആണ്ടവൻ പുളഞ്ഞു. രണ്ടാനയുടെ കരുത്താണ് അവൾക്കെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആണ്ടവന്റെ കണ്ണുകൾ തുറച്ചു വന്നു. കൈകൾ വായുവിൽ ഉയർന്നു താഴ്ന്നു. ഒടുവിൽ ആ ശരീരം നിശ്ചലമായി. സ്റ്റെല്ല കൈ അയച്ചപ്പോൾ അത് നിലത്തേക്ക് വീണു. അവൾ ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പുറത്ത് കനത്ത കാറ്റും ഇടിയും മിന്നലും ഉണ്ടായിരുന്നു. രാത്രി കനത്തിട്ടും ആണ്ടവനെ കാത്തിരിക്കുകയായിരുന്നു നളിൻകാന്ത്. ഹോട്ടൽ മുറിയിൽ അയാൾ മാത്രം ഉറങ്ങിയിരുന്നില്ല. ആണ്ടവനെ കാണാതായപ്പോൾ മൊബൈലിലേക്ക് വിളിച്ചു നോക്കി. സ്വിച്ച്ഡ് ഓഫ് എന്ന മറുപടിയാണ് കിട്ടിയത്. നാശം പിടിച്ചവൻ എവിടെ പോയി? പോലീസിന്റെ പിടിയിലായോ? ഓർത്തപ്പോൾ നളിൻകാന്തിന് നേരിയൊരു ഭയമുണ്ടായി. അവനെ പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ അതോടെ തന്റെ ഭാവി വെള്ളത്തിലാവും. അവനെയും തീർക്കണം. ജീവിച്ചിരുന്ന തനിക്ക് ആപത്താണ്. ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്ന് ഒരിറക്ക് കുടിച്ചിട്ട് നളിൻകാന്ത് സോഫയിലേക്ക് ചാഞ്ഞു കിടന്നു. ബെഡിൽ പുറംതിരിഞ്ഞു കിടന്നുറങ്ങുന്ന പുതുമുഖ നടി ദർശനയെ നോക്കി. മുടിഞ്ഞവളുടെ ഉറക്കം കണ്ടില്ലേ? തനിക്കാണെങ്കിൽ ഉറക്കം പോയിട്ട് ദിവസങ്ങളായി. നളിൻകാന്ത് പെറുപുറത്തു. പുറത്ത് നല്ല കാറ്റും മഴയുമാണെന്ന് അയാൾക്ക് മനസ്സിലായി. നളിൻകാന്ത് വാച്ചിൽ നോക്കി. 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുന്നു. അവനിങ്ങ് വരട്ടെ, കണക്ക് തീർത്തു കൊടുക്കുന്നുണ്ട്. ഗ്ലാസ് കാലിയാക്കിക്കൊണ്ട് അയാൾ മന്ത്രിച്ചു. ദർശന തിരിഞ്ഞു കിടന്നു. അവളെ മൂടിയിരുന്ന പുതപ്പ് സ്ഥാനം തെറ്റി. കൊഴുത്ത അങ്കലാവണ്യം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നളിൻകാന്തിന്റെ കണ്ണുകളിൽ ലഹരി ബാധിക്കാൻ തുടങ്ങി. വാതിലിൽ ആരോ തട്ടി. എത്തിയോ തന്തയ്ക്ക് പറക്കാത്തവൻ? നളിൻകാന്ത് എണീറ്റു. കാലുകൾ നിലത്തുറയ്ക്കുന്നില്ല. അയാൾ തപ്പി തടഞ്ഞതുപോലെ വാതിൽക്കിലെത്തി. പിന്നെ കതകിന്റെ കുറ്റിയെടുത്തു. ഒരു നിമിഷം നളിൻകാന്ത് അമ്പരന്നു പോയി. പുറത്തെ മങ്ങിയ വെളിച്ചത്തിൽ നനഞ്ഞൊലിച്ച ഒരു സ്ത്രീ നിൽക്കുന്നു. ആരാ നീ? അയാൾ വിറച്ചു. പെട്ടെന്നുണ്ടായ ഇടിമിന്നലിൽ പുറത്തു നിൽക്കുന്ന രൂപത്തെ കണ്ട് ചെകുത്താനെ കണ്ടതുപോലെ നളിൻകാന്ത് ഞെട്ടിപ്പോയി. സ്റ്റെല്ല. അവൾ മുന്നോട്ട് ചലിച്ചു. നനഞ്ഞ സാരിയിൽ നിന്നും വെള്ളത്തുള്ളികൾ തറയിൽ വീണ് ചിതറി. നീ മരിച്ചില്ലേ? നിന്നെ അവൻ... നളിൻകാന്ത് കുടിച്ച മദ്യമെല്ലാം ആവിയായി പോയി. സ്റ്റെല്ല മുറിക്കുള്ളിൽ കയറി. കൊച്ചു പെമ്പിള്ളേരുടെ കൂടെയുള്ള അന്തിയുറക്കം നീ ഇതുവരെ നിർത്തിയിട്ടില്ല അല്ലേടാ? ബെഡിലേക്ക് നോക്കിക്കൊണ്ട് സ്റ്റെല്ല ചോദിച്ചു. നിനക്കെന്താടി ഇവിടെ കാര്യം? പുറത്തു പോ. പോകാം, ഞാൻ വന്ന കാര്യം കഴിയുമ്പോ. നീ ഒരുത്തനെ അയച്ചില്ലേ ഞങ്ങളെ കൊല്ലാൻ? അവൻ ചത്ത് തണുത്ത് വിറങ്ങലിച്ച് കിടപ്പുണ്ട് അങ്ങ് സാൻഡൽ വാലിയിൽ. നീ നീ എങ്ങനെ രക്ഷപ്പെട്ടു ആണ്ടവന്റെ കയ്യിൽ നിന്ന്? നിന്നെ പോലെയുള്ള നീച ജന്മങ്ങളെ ഉന്മൂലനം ചെയ്യാൻ അവതാരമെടുത്ത പെണ്ണാടാ ഇപ്പൊ സ്റ്റെല്ല. എത്രയോ ജീവിതങ്ങൾ തുലച്ചവനാണ് നീ. ഇനി ജീവിക്കാൻ നിനക്ക് യോഗ്യതയില്ല. സ്റ്റെല്ലയുടെ കൈ ഉരുക്കുപോലെ നളിൻകാന്തിന്റെ കഴുത്തിൽ അമർന്നു. സ്റ്റെല്ല, വേണ്ട, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം, എന്നെ കൊല്ലരുത്. കൊടുങ്കാറ്റ് പോലെ നിന്ന് അവൾ യാതൊന്നും ചെവിക്കൊണ്ടതേയില്ല. നിമിഷങ്ങൾ. നളിൻകാന്തിന്റെ ശരീരം തറയിൽ വീണു നിശ്ചലമായി. അവന്റെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചു നിന്നിരുന്നു. ഞാൻ സ്റ്റെല്ലയല്ലടാ, ശ്യാമ. പക്ഷേ സ്റ്റെല്ല തുടങ്ങി വെച്ചത് തീർത്തതിന് ശേഷം മാത്രമേ എനിക്ക് എന്റെ വിധി നടപ്പാക്കാൻ കഴിയൂ.
സ്റ്റെല്ല ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അത് കേട്ട് ഞെട്ടി ഉണർന്ന ദർശന ആ കാഴ്ച കണ്ട് പേടിച്ച് ഇറങ്ങി ഓടി. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. കൂടെ തന്നെ വിമർശനങ്ങളും. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നാളെ കാണാം. നന്ദി.